warahmatullahi wabarakatuh. Alhamdulillahil wahidil ahad, al-qadiril qahir, al-azizil ghaffar. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Allahumma salli ala sayyidina Muhammadin wa ala alihi wa ashabihi ajma'in. Wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. ആദരണീയരായ സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സദാ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന അല്ലാഹുവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിലെ അവകാശികളായിത്തീരുന്ന സജ്ജനങ്ങളിൽ, സൗഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ലോകത്തിലുള്ള എല്ലാ മതവിശ്വാസികളും ദൈവവിശ്വാസികളും അംഗീകരിക്കുന്നു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും സംരക്ഷിച്ചതും പരിപാലിക്കുന്നതും ഏകനായ സൃഷ്ടാവാണ്. മാത്രമല്ല, ഇവിടെയുള്ള എല്ലാറ്റിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹുവാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരവും ശാരീരിക അവയവങ്ങളും ജീവനും ജീവിതവും ആയുസ്സും ആരോഗ്യവുമൊക്കെ അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്, അവൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ഉപയോഗിക്കേണ്ടവയുമാണ്. മനുഷ്യ ജീവിതത്തിന് രണ്ട് വശമുണ്ടല്ലോ. ഒന്നവന് സ്വയം തീരുമാനിക്കാൻ സാധ്യതയും സ്വാതന്ത്ര്യവും ലഭിച്ച ജീവിത മേഖല. അവിടെ ഏർപ്പെടുത്തുന്ന നിയന്ത്രണത്തിനാണല്ലോ നിയമം എന്ന് പറയുക. നമുക്ക് അന്തരീക്ഷത്തിൽ കൈവീശാൻ സാധിക്കും, പക്ഷെ മറ്റുള്ളവരുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. നമുക്ക് സംസാരിക്കുവാൻ കഴിയും, പക്ഷെ ആളുകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുകയും വികാരത്തെ വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകൾ പറയാൻ പാടില്ല. അപ്പോൾ മനുഷ്യന് ഇവിടെ ലഭിച്ച സ്വാതന്ത്ര്യത്തിന് ഏർപ്പെടുത്തുന്ന നിയന്ത്രണത്തിന് നമ്മൾ നിയമം എന്ന് പറയുന്നു. ആർക്കാണ് ഈ നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം? അഥവാ ആർക്കാണ് ഹാക്കിമിയത്തുള്ളത്, സുപ്രീം സോവറിറ്റി ഉള്ളത്? ഈ ചോദ്യം ഇന്നത്തെ ലോകത്ത് വളരെ പ്രധാനമാണ്. പഴയ ലോകത്ത് ദൈവവിശ്വാസികളായ എല്ലാവരും അംഗീകരിച്ചിരുന്നു അത് അല്ലാഹുവിനാണ് എന്ന്. പക്ഷേ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് അതിനെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാട് പുലർത്തുന്ന മതവിശ്വാസികൾ വരെയുണ്ട്. ഇവിടെ എന്താണ് അല്ലാഹുവിൻ്റെ ഹാക്കിമിയത്ത്? വിശുദ്ധ ഖുർആൻ ഹാക്കിമിയത്ത്, ഹുക്മ് എന്ന പദം പല സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വീക്ഷ? ജമാഅത്ത് വിമർശകരായ സഹോദരന്മാർ പറയാറുണ്ട്, പ്രപഞ്ച നിയമം നിർമ്മിക്കാനുള്ള അധികാരമാണ് അല്ലാഹുവിന്. അഥവാ അവൻ പ്രപഞ്ച വിധികർത്താവാണ്. അല്ലാഹു ഹാക്കിമാണ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു വിധികർത്താവാണ് എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനാണ് വിധിക്കുള്ള അധികാരം എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ച വിധിക്കുള്ള അധികാരമാണ് എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് അർത്ഥശൂന്യമായ ഒരു കാര്യമാണ്. കാരണം പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ, സൂര്യൻ ഉദിപ്പിക്കുന്നത്, അസ്തമിപ്പിക്കുന്നത്, മഴ പെയ്യിക്കുന്നത്, കാറ്റും മഴയും ഇടിയും മിന്നലും ഉണ്ടാവുന്നത്, അതൊന്നും അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസി ലോകത്തില്ല. അതെല്ലാം അല്ലാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ്, വിധിപ്രകാരമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. മക്കയിലെ മുശ്രിക്കുകൾ പോലും അത് അംഗീകരിച്ചിരുന്നു. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ അശ്-ശംസ വൽ ഖമറ ലയഖൂലുന്ന അല്ലാഹ് ഫന്നാ യുഫകൂൻ. നീ അവരോട് ചോദിച്ചാൽ, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ആരാണ് സൂര്യചന്ദ്രന്മാരെ കീഴ്പ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു എന്ന്. അതുപോലെ വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്ന അല്ലാഹ് ഖുൽ ഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് ആരാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, ഭൂമിയെ അതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ആരാണ് ജീവിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ലയഖൂലുന്ന അല്ലാഹ്, മക്കയിലെ മുശ്രിക്കുകളായ ആളുകളും പറയുമായിരുന്നു അല്ലാഹു എന്ന്. അതിനാൽ ഖുൽ ഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് നീ പറയുക. ബൽ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷെ അവർ അധികം പേരും അറിയാത്തവരാണ്. അപ്പോൾ തർക്കമുള്ളൊരു കാര്യമല്ല മതവിശ്വാസികൾക്കിടയിൽ, ദൈവവിശ്വാസികൾക്കിടയിൽ
ഈ പ്രപഞ്ചഭരണം നടത്തുന്ന അള്ളാഹുവാണ്. അതുപോലെ പരലോകത്തെ സ്വർഗനരകം നിശ്ചയിക്കുന്ന അള്ളാഹുവാണിന്ന് മതവിശ്വാസികളായ ആളുകൾക്കിടയിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന പരമാധികാരം? അതെങ്ങനെയാണ് സംഭവിച്ചത്? നമുക്ക് ഒക്കെ അറിയാവുന്ന പോലെ പാശ്ചാത്യ ലോകത്ത് മതവും ശാസ്ത്രവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മതവും ഭൗതികതയും തമ്മിൽ ഏറ്റുമുട്ടി. ആദ്യഘട്ടത്തിൽ മതമായിരുന്നു ജയിച്ചു. പക്ഷേ പിന്നീട് ഭൗതികത വിജയിക്കാൻ തുടങ്ങി. ആ ഘട്ടത്തിൽ പരാജിതമായ മതം ആരാധനാലയങ്ങളിൽ ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. ആ പരാജിതമായ മതം ആരാധനാലയങ്ങളിൽ ഒതുക്കിക്കൂടിയപ്പോൾ ജീവിതത്തിൻ്റെ സുപ്രധാനമായ മേഖലകൾ ഭൗതികവാദികളും മതവിരുദ്ധരുമായ ആളുകൾ കയ്യേൽക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ അവർ അവകാശപ്പെട്ടു, മനുഷ്യജീവിതത്തിൻ്റെ പൊതുജീവിതത്തിൽ പൊതുമേഖലകളിൽ നിയമനിർമ്മാണത്തിനുള്ള അധികാരം ജനങ്ങൾക്കാണ് എന്ന്. ഇത് നിർബന്ധിതാവസ്ഥയിൽ പടിഞ്ഞാറിൻ്റെ മതവിശ്വാസികൾ അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെയാണ് മതം എന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്വകാര്യ ഇടപാടാണെന്നും ദൈവത്തിൻ്റെ നിയമനിർമ്മാണാധികാരം എന്നത് മതമേഖലയിൽ മാത്രമാണ് എന്നുമുള്ള കാഴ്ചപ്പാട് വളർന്നു വന്നത്. പാശ്ചാത്യ സാമ്രാജ്യശക്തികൾ മുസ്ലിം നാടുകളിൽ ആധിപത്യം ഉറപ്പിക്കുകയും ഇവിടെയുള്ള കിഴക്കൻ നാടുകളിലുള്ള ജനവിഭാഗത്തെ പടിഞ്ഞാറിൻ്റെ സിദ്ധാന്തങ്ങൾ അവർ ബോധപൂർവം പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ, അഥവാ പടിഞ്ഞാറിൻ്റെ വിദ്യാഭ്യാസവും സംസ്കാരവും നാഗരികതയും ഭരണവും രാഷ്ട്രീയവും കിഴക്കൻ നാടുകളിൽ കൂടി മേധാവിത്വം പുലർത്തിയപ്പോൾ ഇവിടെയുള്ള ആളുകളും ആ ചിന്തക്ക് കീഴ്പ്പെടുകയുണ്ടായി. അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമനിർമ്മാണാധികാരം എന്ന് പറഞ്ഞാൽ അത് മതനിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരമാണെന്നും മതനിയമം എന്ന് പറഞ്ഞാൽ ആരാധനാ നിയമമാണെന്നുമുള്ള ഒരു ചിന്തയും കാഴ്ചപ്പാടും വളർന്നു വന്നു. അത്തരമൊരു സാഹചര്യത്തിൽ, അഥവാ സീസർക്കുള്ള സീസർക്ക്, ദൈവത്തിനുള്ള ദൈവത്തിന്, ദൈവത്തിനുള്ള എന്ന് പറഞ്ഞാൽ മതനിയമം ഉണ്ടാക്കാനുള്ള അവകാശം, മതനിയമം പറഞ്ഞാൽ ആരാധനാ നിയമം. അപ്പോൾ ചില ആരാധനാനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം അള്ളാഹുവിനും ബാക്കി മുഴുവൻ മനുഷ്യജീവിതവും കൈകാര്യം ചെയ്യേണ്ടത് മനുഷ്യരാണെന്നുള്ള കാഴ്ചപ്പാട് കിഴക്കൻ നാടുകളിലും വളർന്നു. ആ ചരിത്ര സന്ധിയിലാണ് തൗഹീദിൻ്റെ സുപ്രധാനമായ മേഖലയിൽ മനുഷ്യൻ കടന്നുകയറി, അഥവാ താവൂത്ത് കൈയടക്കിയ ചരിത്രഘട്ടത്തിലാണ് ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഇഖ്വാൻ മുസ്ലിമൂനും ജമാഅത്തെ ഇസ്ലാമിക്കുമൊക്കെ നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണ്, അത് ജനങ്ങൾക്കല്ല എന്ന് പറയേണ്ടി വന്നു. നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണ്, ജനങ്ങൾക്കല്ല. ഇത് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് മൗലികമായ പ്രശ്നം. അംഗീകരിക്കുന്നില്ല എങ്കിൽ നിയമനിർമ്മാണത്തിൻ്റെ സുപ്രീം സോവറിറ്റി പരമാധിപത്യം ജനങ്ങൾക്കാണെന്ന് പറയുന്നത് ശിർക്കല്ലേ? തീർച്ചയായും വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. അലാ ലൗൽ ഖൽഖ് വൽ അംർ, ആരാണോ സൃഷ്ടികർമ്മം നിർവഹിച്ചത് അവനെ കൽപ്പനാധികാരമുള്ളൂ. ഇൻ ഹുക്മു ഇല്ലാ ലില്ലാഹ് അമറ അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു, വിധിക്കുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. അവൻ കൽപ്പിച്ചിരിക്കുന്നു, അവന് മാത്രം വഴിപ്പെട്ട് ജീവിക്കണമെന്ന്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ ഹുമുൽ ളാലിമൂൻ ഹുമുൽ ഫാസിഖൂൻ. അള്ളാഹു ഇറക്കിയതനുസരിച്ച് ആര് വിധി നടത്തുന്നില്ലയോ അവർ കാഫിറുകളാണ്, അവർ അധർമ്മകാരികളാണ്, അവർ അക്രമികളാണ്. ജനങ്ങളോട് ചോദിക്കുന്നു, അഹ്കുമൽ ജാഹിലിയ്യത്തി യബൂൻ, അനിസ്ലാമികമായ ഹുക്കുമാണോ വിധിയാണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന്. അഥവാ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വിധിക്കെതിരെയുള്ള വിധി നടത്തുന്നവർ താഗൂത്തുകളാണ്, അത്തരം നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ താഗൂത്തുകളാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വളരെ വ്യക്തമായ ഭാഷയിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്റെ മജ്മുഅത്തു തൗഹീദ് നജ്ദിയയിൽ പറഞ്ഞു, അത്തവാഗീത്തു കസീറുന, താഗൂത്തുകൾ വളരെ കൂടുതലുണ്ട്. ഉറൂസുഹും ഹംസ, പക്ഷെ അവരുടെ നേതാക്കൾ 5 എണ്ണമാണ്. ആ 5 നേതാക്കൾ രണ്ടാമത്തേതായി പറഞ്ഞു അൽഹാക്കിമുൽ ജായിർ മുഗയ്യിർ അഹ്കാമില്ല, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മാറ്റിമറിക്കുന്ന ഭരണാധികാരി എന്ന്. മൂന്നാമത്തേതായി പറഞ്ഞു അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് വിധിക്കാത്തവർ. അതിനാൽ വിധിക്കുള്ള അധികാരം അള്ളാഹുവിനാണ്. ഇത് സംശയരഹിതമായ കാര്യമാണ്. പക്ഷേ ഇതിനെയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ അംഗീകരിക്കാതെ പോകുന്നത്. അവർ അള്ളാഹുവിൻ്റെ നിയമനിർമ്മാണത്തിൻ്റെ ഈ പരമാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ താഗൂത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വഴിപ്പെട്ട് ജീവിക്കുന്നതിന്
അതിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർ അത് ശിർക്കാണ് എന്ന് അംഗീകരിക്കുന്നുമില്ല. ഇവിടെയാണ് മൗലികമായ പ്രശ്നം. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ അടിത്തറയാണ് നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണ് എന്ന്. ഇപ്പോൾ ചില മുജാഹിദ് സുഹൃത്തുക്കൾ പറയുന്നു, ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട് സ്വതന്ത്രമായ നിയമനിർമ്മാണത്തിൻ്റെ അധികാരം ജനങ്ങൾക്കില്ല, അള്ളാഹുവിനാണ് എന്ന്. എങ്കിൽ മൗലികമായൊരു ചോദ്യമുണ്ട്. എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി ഹാക്കിമത്ത് അള്ളാഹുവിനാണെന്ന് പറഞ്ഞതിനെ എതിർത്തത്? അതിനെ എതിർത്തുകൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങൾ പിൻവലിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇബാദത്തിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെക്കുറിച്ചും റുബൂഹിയത്തിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ, അഥവാ ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിൻ്റെ ആദർശപരമായ അടിത്തറയെക്കുറിച്ച് പറഞ്ഞത് നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണെന്ന്. ഒന്നുകൂടി അത് തെളിയിച്ചു പറഞ്ഞാൽ ശരിയും തെറ്റും, നന്മയും തിന്മയും, ധർമ്മവും അധർമ്മിയും, നീതിയും അനീതിയും, ക്രമവും അക്രമവും, വേണ്ടതും വേണ്ടാത്തതും തീരുമാനിക്കാനുള്ള അധികാരാവകാശം ആർക്കാണ്? ഇത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് ജമാഅത്ത് ഇസ്ലാമി പറയും. ഇത് ഇസ്ലാമിലെ തൗഹീദിൻ്റെ കാമ്പും കാതലുമാണ്. ഇത് അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നും അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നതിൻ്റെയും കാമ്പും കാതലുമാണ് ശരിയും തെറ്റും, നന്മയും തിന്മയും, ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും, വേണ്ടതും വേണ്ടാത്തതും തീരുമാനിക്കാനുള്ള അധികാരാവകാശം അള്ളാഹുവിനാണ് എന്ന്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ഊന്നിപ്പറയുകയാണ്. ഹാക്കിമിയത്ത്, പരമാധികാരം, സുപ്രീം സോവറിറ്റി അള്ളാഹുവിനാണ് എന്ന് പറയുക വഴി ചെയ്തിട്ടുള്ളത്. ഇതിനെ മുജാഹിദ് സുഹൃത്തുക്കൾ വിമർശിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവിൻ്റെ പരമാധികാരം എന്നത് പ്രപഞ്ച ഭരണം നടത്താനുള്ള പരമാധികാരമാണ് എന്നൊരു ഭാഗത്ത് പറയുന്നു. മറുഭാഗത്ത് പറയുന്നു, അഥവാ അള്ളാഹുവിൻ്റെ പരമാധികാരം നിയമനിർമ്മാണത്തിന് നൽകുന്നുവെങ്കിൽ അത് മതനിയമത്തിനാണ്. മതനിയമത്തെ ആരാധനകളിൽ ഒതുക്കി വെക്കുകയും ചെയ്യും. ഈ തെറ്റായ നിലപാട് തിരുത്തണം എന്നതാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി ആവശ്യപ്പെടുന്നത്. ഇവിടെ ഒരു കാര്യവും കൂടി സൂചിപ്പിക്കരുത്. അത് ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ ആദർശപരമായ അടിത്തറയാണ് ഇത് എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കയിൽ വെച്ച് പറഞ്ഞു, മദീനയിലല്ല. ഇസ്ലാമിക രാഷ്ട്രവും ഭരണവുമുള്ള മദീനയിലല്ല. 360 വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടുകൊണ്ടിരുന്ന, നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉൾപ്പെടെയുള്ള ആരാധനാകർമ്മങ്ങൾ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് മക്കയിൽ വെച്ച് പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തദ്ഉലക്കുമുൽ അറബ് വതഖുലക്കുമുൽ അജം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കൂ, നിങ്ങൾക്ക് അറബും അനറബും കീഴ്പ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാം, എങ്കിൽ നിങ്ങൾക്ക് അറബും അനറബും കീഴ്പ്പെടുക തന്നെ ചെയ്യും എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ ഉച്ചരിച്ചാൽ അതുവഴി അറബും അനറബും മുഴുവൻ ലഭിക്കും എന്നല്ല. മറിച്ച് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അത് വളരെ വ്യക്തമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് അതിനനുസൃതമായ ഒരു ജീവിത രീതി വരികയാണെങ്കിൽ, അതിനനുസൃതമായ വിശ്വാസമോ ജീവിക്കുകയാണെങ്കിൽ, അതിനധിഷ്ഠിതമായ ഒരു സമൂഹവും ഒരു രാഷ്ട്രവും ഉണ്ടാവും. ആ രാഷ്ട്രം അറബും അനറബും കീഴ്പ്പെടുന്ന അതിന് വിധേയമായിക്കൊണ്ടിരിക്കും. ഇതായിരുന്നു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികൾക്ക് നൽകിയ ഭൂമിയിൽ ലഭ്യമാകാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ശുഭവാർത്ത. ഒരിക്കൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കഅബയുടെ തണലിൽ വിഷമിക്കാം. അപ്പോൾ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു നബി തിരുമേനിയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു. നമുക്കറിയാം, ഹബ്ബാബ് റളിയല്ലാഹു അൻഹു മക്കയിലെ മർദ്ദിതമായ ഇസ്ലാമിക സമൂഹത്തിന് പ്രതിനിധിയായി. അദ്ദേഹം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ തദൂലനാ, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ? ഉണ്ട് എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഇല്ല എന്നും പറഞ്ഞില്ല. മറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് ഒരു ജനതയുണ്ടായിരുന്നു. ഒരു കിടങ്ങ് കുഴിച്ച് അതിൽ ആളുകളെ കൊണ്ടുവന്ന് നിർത്തി ഈർച്ചവാൾ കൊണ്ട് ഈർന്ന് അവർ രണ്ടായി പകുക്കുമായിരുന്നു. ഇരുമ്പുകൊണ്ടുള്ള ചേർപ്പ് കൊണ്ട് ചെയ്യ അവരുടെ ശരീരത്തിലെ എല്ലും മാംസവും വേർപ്പെടുത്തുമായിരുന്നു. പക്ഷെ അതൊന്നും അവരുടെ ആദർശത്തെ പിന്തിരിപ്പിച്ചില്ല. അതുകൊണ്ട് അള്ളാഹുവാണ് സത്യം. ലയുതിമ്മന്നല്ലാഹു ഹദൽ അംർ, അള്ളാഹു ഈ കാര്യം, ആ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക കാര്യമല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, അള്ളാഹുവിൻ്റെ ദീൻ ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഭൂമിയിൽ സ്ഥാപിതമാകും. അങ്ങനെ സ്ഥാപിതമായാൽ എന്താണ് സംഭവിക്കുക? അത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു. ഹത്താ യസീറ റാക്കിബ് മിൻ സ്വന്നാ ഇലാ ഹദറമൗത്ത് വലാ യഖാഫു ഇല്ലല്ലാഹ് വദീബ ലാ നബി. സ്വന്ന മുതൽ ഹദറമൗത്ത് വരെ ഒരു യാത്രാസംഘത്തിന് അള്ളാഹുവിനെയും തൻ്റെ ആടിനെ വേട്ടയാടുന്ന ചെന്നായുമല്ലാതെ മറ്റാരെയും ഭയപ്പെടാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഈ ഭൂമിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പുലർന്നാൽ, ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീൻ സ്ഥാപിതമായാൽ സംഭവിക്കുക എന്താണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ സ്ഥാപിതമായാലും അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും.
കാരണം ഒരിക്കലും മതത്തിന് നിർബന്ധമില്ല. എല്ലാ രാജ്യനിവാസികളെയും നിർബന്ധിച്ച് ഏക ദൈവാരാധകരാക്കി മാറ്റുകയില്ല, ഏകദൈവവിശ്വാസികളാക്കി മാറ്റുകയില്ല. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും ആചാര സ്വാതന്ത്ര്യവും ഉണ്ടാവും. അതേസമയം രാജ്യത്ത് ശാന്തതയുണ്ടാവും, ഭദ്രതയുണ്ടാവും, നീതി ഉണ്ടാവും, സാമൂഹ്യ ക്രമമുണ്ടാവും, സുരക്ഷിതത്വമുണ്ടാവും. അതുകൊണ്ടാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹത്താ യസീറ റാക്കിബ് മിൻ സന്ന ഇലാ ഹദറമൗത്ത് വലാ യഖാഫു ഇല്ലല്ലാഹ് വദീബ ലാ നബി. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തദുലകുൽ അർബ് വതഖുലുകുൽ അശം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, നിങ്ങൾക്ക് അറബും അനർബും കീഴ്പ്പെടുമെന്ന വാക്യം. നമുക്കറിയാമല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമാണ്, കലിമത്തു തൗഹീദാണ്. ഈ കലിമത്തു തൗഹീദ് പറഞ്ഞാൽ അതനുസരിച്ച് ജീവിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് കേരള നേതൃത്വ മുജാഹിദീനും പ്രസിദ്ധീകരിക്കുകയും ഇളവ് എന്ന നിലയിൽ 1 രൂപ മാത്രം കൊടുത്ത് വിൽക്കുകയും ചെയ്തിരുന്ന, 1 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തിരുന്ന പുസ്തകമാണ് അബ്ദുൽ ഖാദർ മൗലവിയുടെ അത്തൗഹീദ് എന്ന കൃതി. ആ അത്തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ അബ്ദുൽ ഖാദർ മൗലവി എഴുതി അത് മുജാഹിദീൻ പബ്ലിക്കേഷൻസ് വിതരണം ചെയ്തതാണ്, അവിടെ പ്രസിദ്ധീകരണമാണ്. മാത്രമല്ല ഇളവോടുകൂടി വിറ്റതുമാണ്. അതിൽ പറയുന്ന ലോകത്തെ അങ്ങനെ തന്നെ കീഴ്പ്പെടുത്തി അതിൽ ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള, ദൈവരാജ്യം എന്നതിൻ്റെ ഉറുദു എന്ന് പറയും ഹുക്കൂമത്തെ ഇലാഹി എന്ന. എന്താണോ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതാണ് ഹുക്കൂമത്തെ ഇലാഹി. അതാണ് ലോകത്തെ അങ്ങനെ തന്നെ കീഴ്പ്പെടുത്തി അതിൽ ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള ഏറ്റവും വമ്പിച്ച ഒരു അഭൗതിക ഉപകരണമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ ഈ വിശുദ്ധ വാക്യത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കാനുള്ള അഭൗതികമായ ഉപകരണമാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീൻ സ്ഥാപിക്കാനുള്ള, അതാണ് ദൈവരാജ്യം എന്നാണ് പറയുന്നത്. ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള അഭൗതികമായ ഉപകരണം. അത്തൗഹീദ് പേജ് 7-8. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് വാക്യം ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കാനുള്ള അഭൗതിക വാക്യമാണെന്ന് മുജാഹിദ് സുഹൃത്തുക്കൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയെ ജമാഅത്തെ ഇസ്ലാമി ഇതിൻ്റെ പേരിൽ വിമർശിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖരായ ആളുകളിൽ ഒരാളായ തൗഹീദിനെ കുറിച്ച് ഏറ്റവും സമഗ്രവും വളരെ വിശദവുമായ ഗ്രന്ഥരചന നടത്തിയ മർഹൂം അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ അത്തൗഹീദിൽ സയ്യിദ് അബുൽ അഅ്ല മൗദൂദി പറഞ്ഞ അതേ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അഥവാ സയ്യിദ് അബുൽ അഅ്ല മൗദൂദി ഇതിനേക്കാൾ അപ്പുറത്ത് എന്താണ് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ആദർശപരമായ അടിത്തറയാണ്. അതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ അബ്ദുൽ ഖാദർ മൗലവി സാഹിബ് പറഞ്ഞത്? ഇത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയല്ലേ? ഇനി നിങ്ങൾ ഓർത്തു നോക്കൂ, ഇത് തന്നെ യഥാർത്ഥത്തിൽ അൽ മുർഷിദ് ഭാഗം ഇതാ നമുക്ക് കാണുമല്ലോ. ഇതാണ് അത്തൗഹീദ് എന്ന പുസ്തകം. ഇതിലാണ് ഞാൻ പറഞ്ഞ വാചകമുള്ളത്. അതിൻ്റെ 7-8 പേജുകളിലാണ് അതുള്ളത്. അപ്രകാരം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അൽ മുർഷിദുണ്ട്. ഇതാണ് അൽ മുർഷിദ്. ഈ അൽ മുർഷിദ് ജിൽദ് 3 ലക്കം 11 പേജ് 405 എഴുതുന്നു. അൽ മുർഷിദ് നമുക്കറിയാം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിത വിഭാഗമായ കേരള ജമിഅത്തുൽ ഉലമായുടെ മുഖപത്രമാണ് അൽ മുർഷിദ്. ആ മുർഷിദ് എഴുതിയത് ഇസ്ലാം ഏതു ദിവസം ദീൻ, അതിൽ ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്നു മതം ആയോ അന്ന് തന്നെ സിയാസത്തും ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്ന രാഷ്ട്രവും കൂടിയായിരുന്നു. അതിൻ്റെ മെമ്പർ, അതിൻ്റെ സിംഹാസനവും, അതിൻ്റെ പള്ളി, അതിൻ്റെ കോടതിയും, അതിൻ്റെ തൗഹീദ് നമ്രൂദ്, ഫിർഔൻ, കൈസർ, കിസ്ര മുതലായവരുടെ സാമ്രാജ്യത്വം നശിപ്പിക്കുന്നതിനുള്ള സന്ദേശവും. അഥവാ എന്താണ് പറഞ്ഞത്? വളരെ വ്യക്തമാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയാം. ഇസ്ലാം ഏത് ദിവസം ദീൻ ആയോ മതം ആയോ അന്ന് തന്നെ സിയാസത്ത് രാഷ്ട്രവും കൂടിയായിരുന്നു. അതിൻ്റെ മെമ്പർ, അതിൻ്റെ സിംഹാസനവും, അതിൻ്റെ പള്ളി, അതിൻ്റെ കോടതിയും. പള്ളി, കോടതി, നമ്മൾ ഖുത്ബ നടത്തുന്ന മെമ്പർ, അതിൻ്റെ സിംഹാസനം, അതുപോലെ തന്നെ അതിൻ്റെ തൗഹീദ് നമ്രൂദ്, ഫിറൗന്, കൈസർ, കിസ്ര മുതലായവരുടെ സാമ്രാജ്യത്വം നശിപ്പിക്കുന്നതിനുള്ള സന്ദേശവുമായിരുന്നു. അൽ മുർഷിദ് ജിൽദ് 3 ലക്കം 11 പേജ് 405. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഇതിൻ്റെ അർത്ഥം? അഥവാ ആത്യന്തികമായി ഈ ഭൂമിയിൽ തൗഹീദ് സ്ഥാപിതമായാൽ എന്താണ് സംഭവിക്കുക എന്നായിരുന്നു യഥാർത്ഥത്തിൽ കേരള ജമിഅത്തുൽ ഉലമയുടെ മുഖപത്രമായ അൽ മുർഷിദ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാൻ വേണ്ടി കാര്യങ്ങൾ മാറ്റി പറയും നമുക്ക് മനസ്സിലാക്കും. അതിലപ്പുറം യഥാർത്ഥത്തിൽ വല്ല അർത്ഥവുമുണ്ട്. ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയും. ഇത് KM മൗലവി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ പത്തായിപത്തിലുള്ള പത്രത്തിലല്ലേ എഴുതിയത്? അദ്ദേഹം കാണാതെ അത് വരികയില്ല. മാത്രമല്ല അദ്ദേഹം തന്നെയാണ് പലപ്പോഴും ഇത് എഴുതിയത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിൽ അദ്ദേഹം നടത്തിയ കേരള ജമിഅത്തുൽ ഉലമയുടെ മുഖപത്രമാണ് എഴുതിയത്, നമ്രൂദ്, ഫിർഔന്, കൈസർ, കിസ്ര മുതലായവ തകർക്കാനുള്ള അഭൗതികമായ ഉപകരണമാണ്. അതിനുള്ള സന്ദേശമാണ് എന്ത്? ഇസ്ലാം എന്നത്. മർഹൂം കെ മൗലവി സാഹിബ് വീണ്ടും എഴുതി, നാം അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാതിരിക്കുക, അവന് യാതൊന്നും പങ്കുചേർക്കാതിരിക്കുക, അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാതിരിക്കുക, അവൻ്റെ ഒന്നും പങ്കുചേർക്കാതിരിക്കുക, അഥവാ ശിർക്ക് ചെയ്യാതിരിക്കുക, നമ്മിൽ ചിലർ മറ്റു ചിലർ റബ്ബുകളാക്കാതിരിക്കുക. ഭരണകാര്യത്തിൽ അള്ളാഹു പറഞ്ഞു, വിധി അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അവനല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. അൽ മുർഷിദ് ഭാഗം 4 പേജ് 302. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇത് വളരെ വ്യക്തമാണ്, സംശയരഹിതമാണ് ഈ കാര്യം. എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ അള്ളാഹുവിനല്ലാതെ നിയമനിർമ്മാണാധികാരമില്ല. ഭരണകാര്യത്തിൽ അതാണ് തൗഹീദ് എന്നാ പറഞ്ഞു. വിധി അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് ഭരണകാര്യത്തിൽ അള്ളാഹു പറഞ്ഞു എന്ന്. അവനല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ആ ഭരണകാര്യത്തിൽ അള്ളാഹു അല്ലാത്തവരനുസരിക്കൽ അവനിൽ ഇബാദത്താണ്. ഭരണകാര്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അനിസ്ലാമികമായ ഭരണകൂടങ്ങൾ അനുസരിക്കുക അവയ്ക്ക് ഇബാദത്താണ്. അതുകൊണ്ടല്ലേ മർഹൂം കെ മൗലവി സാഹിബ് ഇങ്ങനെ എഴുതിയത്, ഭരണകാര്യത്തിൽ അള്ളാഹു പറഞ്ഞു, വിധി അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അവനല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. അതുകൊണ്ട് മർഹൂം കെ മൗലവി സാഹിബ് എഴുതിയത് അനിസ്ലാമികമാണോ? അദ്ദേഹത്തിന് ഇസ്ലാം അറിയുമായിരുന്നില്ലേ? അല്ലെങ്കിൽ കെ മൗലവി സാഹിബിനും ഇ കെ മൗലവി സാഹിബിനും അതുപോലെ അബ്ദുൽ ഖാദർ മൗലവി സാഹിബിനും ഒന്നും, മർഹൂം പി അബ്ദുൽ ഖാദർ മൗലവി സാഹിബിനൊന്നും ഇസ്ലാമും തൗഹീദും അറിയില്ലെങ്കിൽ പിന്നെ ആരാണ് കേരള നേതൃത്വ മുജാഹിദിന്റെ സ്ഥാപക നേതാക്കളായുള്ളത്? ആർക്കാണ് പിന്നെ തൗഹീദ് അറിയുക? ആർക്കാണ് ഇബാദത്ത് അറിയുക? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, യഥാർത്ഥത്തിൽ എന്താണോ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത് അതിവിടെ ആദ്യകാല മുജാഹിദ് നേതാക്കൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പിന്നെ അവർ മാറ്റി പറയുകയോ അതല്ലെങ്കിൽ അവർ പറഞ്ഞതിനെ മറ്റു പണ്ഡിതന്മാർ തള്ളിപ്പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജമാഅത്ത് ഇസ്ലാമി അല്ലല്ലോ ഉത്തരവാദി. ജമാഅത്ത് ഇസ്ലാമി എന്നൊരു സംഘടനയെ ശത്രു സംഘടനയായി മുന്നിൽ കണ്ടുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞതിന് അനുരൂപമായി പറഞ്ഞ എല്ലാറ്റിനെയും മാറ്റി പറയുകയാണെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി അല്ല ഉത്തരവാദി. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. ഇനി നിങ്ങൾ ഓർത്തു നോക്കൂ, ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് സത്യം അവരിലൂടെ തന്നെ കാണുവാൻ കഴിയും. കേവലം 10-18 കൊല്ലം മുമ്പ് 1988 സെപ്റ്റംബറിൽ അൽമനാർ മാസിക ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ ലേഖനം അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖിൻ്റെതാണ്. സലഫി പ്രസ്ഥാനം അടിസ്ഥാന സിദ്ധാന്തങ്ങൾ എന്നാണ് ഇതിൻ്റെ ആ ലേഖനത്തിൽ തലക്കെട്ട്. ആ ലേഖനം വിവർത്തനം ചെയ്ത ആരാണ്? ടി കെ മൊഹീദ്ദീൻ ഉമരി അവർകളാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവ് മൊഹീദ്ദീൻ ഉമരി സാഹിബ് ആണ് അത് വിവർത്തനം ചെയ്തത്. ആ ലേഖനം എഴുതിയത് ടി കെ മൊഹീദ്ദീൻ ഉമരി എന്നാൾ വിവർത്തനം ചെയ്തെന്ന പ്രഗത്ഭനായ പണ്ഡിതൻ വിവർത്തനം ചെയ്ത അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖിൻ്റെ ലേഖനം അൽമനാർ മാസിക പ്രസിദ്ധീകരിച്ചു. അതിനെക്കുറിച്ച് പിന്നീട് ചോദ്യമുണ്ടായപ്പോൾ അതിൽ പറഞ്ഞ് ശരിയാണെന്നാണ് അൽമനാർ മാസിക മറുപടി പറഞ്ഞത്, അല്ലാതെ അതിൽ പറഞ്ഞത് തെറ്റാണ് എന്നല്ല. പക്ഷെ ആ ലേഖനത്തിൽ എന്താണ് പറഞ്ഞത്? ഞാനിങ്ങനെ വായിക്കാം. ജീവിത വ്യവഹാരങ്ങളിൽ മനുഷ്യൻ എങ്ങനെ വർത്തിക്കണമെന്ന് സംബന്ധിച്ച നിയമനിർമ്മാണത്തിനുള്ള അധികാരം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ലെന്ന വിശ്വാസം. ജീവിത വ്യവഹാരങ്ങളിൽ, മതപരമായ കാര്യങ്ങൾ, ആരാധനാ കാര്യങ്ങൾ എന്നല്ല പറഞ്ഞത്. ജീവിത വ്യവഹാരങ്ങൾ, കച്ചവടം, കൃഷി, ഇടപാടുകൾ, സാമൂഹ്യ മര്യാദകൾ, സാംസ്കാരിക നിയമങ്ങൾ, ഈ ജീവിത വ്യവഹാരങ്ങളിൽ നിയമനിർമ്മാണത്തിൻ്റെ അധികാരം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല എന്ന വിശ്വാസമാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹു പറഞ്ഞു, അള്ളാഹു യഹ്കും ലാ മുഅഖ്ഖിബ ലിഹുക്മിഹി. അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നു, അവൻ്റെ തീർപ്പിനെ പിന്നാക്കം വെപ്പിക്കുന്ന ഒന്നുമില്ല, ഒരാളുമില്ല. ഇന്ന ഹുക്മില്ലാ ലില്ലാഹ്. സൂറത്ത് യൂസുഫിലെ 40-ാമത്തെ വാക്യം. അതിനു മുമ്പ് ഉദ്ധരിച്ച് സൂറത്തുർ റായിദിലെ 41-ാമത്തെ വാക്യം. തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിനല്ലാതെ ആർക്കുമില്ല. സൂറത്ത് യൂസുഫിലെ 40-ാമത്തെ വാക്യവും അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് ഉദ്ധരിച്ചു. അദ്ദേഹം അറിയപ്പെടുന്ന സലഫി പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയത് പോലും സലഫികളുടെ തൗഹീദിനെ കുറിച്ചാണ്, സലഫി പ്രസ്ഥാനത്തിലെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ കുറിച്ചാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, അപ്പോൾ നിയമനിർമ്മാണം അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അള്ളാഹു ഹലാലാക്കിയിട്ടുള്ളതാണ് ഹലാൽ, ഹറാമ് അള്ളാഹു ഹറാം ആക്കിയതും മാത്രം. മതമാതൃകകളും ജീവിത രീതികളുമെല്ലാം അള്ളാഹു നിയമമാക്കിയിട്ടുള്ളത് മാത്രമാണ്. അവിടെ പ്രത്യേകം വേർതിരിച്ചു പറഞ്ഞു, മതമാതൃകകളും അതോടൊപ്പം ജീവിത രീതികളും എല്ലാം അള്ളാഹു നിയമമാക്കിയത് മാത്രമാണ്. അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കിക്കൊണ്ടും അവൻ ഹറാമാക്കിയത് ഹലാലാക്കിക്കൊണ്ടും ഭരണാധികാരികളും രാജാക്കന്മാരും നേതാക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ ശരീഅത്തിന് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ തൗഹീദിൻ്റെ അതിർലംഘനവും അള്ളാഹുവോട് പങ്കുചേർക്കലും അവൻ്റെ അധികാരാവകാശങ്ങളെ ചോദ്യം ചെയ്യലുമാണ്. കാര്യം വളരെ വ്യക്തമാണ്. അഥവാ രാജാക്കന്മാരും ഭരണാധികാരികളും നേതാക്കന്മാരും
തങ്ങളുടെ അള്ളാഹുവിൻ്റെ ശരീഅത്തിനെതിരെ നടത്തുന്ന എല്ലാ നിയമങ്ങളും അതിക്രമങ്ങളാണ്, തൗഹീദിൻ്റെ അതിർലംഘനമാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ഷിർക്കാണ്. അപ്പോൾ ഭരണ രംഗത്ത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ നിയമം ഉണ്ടാക്കിക്കൊണ്ട് അത് നടപ്പാക്കൽ ഷിർക്കാണ്, അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, അത് അതിക്രമമാണ്, തൗഹീദിന് വിരുദ്ധമാണ്. ഇത് സലഫി പണ്ഡിതനായ അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് പറഞ്ഞതാണ്. ഇന്നത്തെ ഭൂരിപക്ഷം ഭരണാധികാരികളും നേതാക്കളും അള്ളാഹുവിൻ്റെ ഈ അവകാശം കൈയടക്കി വച്ചിട്ടുള്ളവരത്രേ. അള്ളാഹു ഹലാലാക്കിയത് അവർ ഹറാമാക്കിയിരിക്കുന്നു, അവൻ ഹറാമാക്കിയത് ഹലാലാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ സ്വയം നിർമ്മിച്ചുണ്ടാക്കിയ നിയമങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കാലോചിതമല്ലെന്നാണ് അവരുടെ ജൽപ്പനം. അതാണ് ശിക്ഷാ സമ്പ്രദായങ്ങളിലൊക്കെ ഉള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടം വരെ വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലുക, അല്ലെങ്കിൽ വ്യഭിചാരിയെ അടിക്കുക, അതുപോലെ കട്ടവൻ്റെ കൈമുറിക്കുക തുടങ്ങിയ ശിക്ഷകളൊക്കെ പ്രാകൃതമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അതാണ് ഇവിടെയും പറഞ്ഞ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കാലോചിതമല്ലെന്നാണ് അവരുടെ ജൽപ്പനം. നീതിയും സമത്വവും സ്വാതന്ത്ര്യവും സാക്ഷാത്കരിക്കാൻ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അപര്യാപ്തമാണെന്ന് അവർ വാദിക്കുന്നു. പ്രതാപവും മേൽക്കോയ്മയും ലഭ്യമാക്കാൻ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഉതകുകയില്ലെന്ന് അവർ പറയുന്നു. ഇത്തരം അക്രമികൾക്ക് ഈമാനുണ്ടെന്ന് സമ്മതിക്കുന്നത് ഈമാനിന് നേരെയുള്ള കയ്യേറ്റവും അള്ളാഹുവിലുള്ള അവിശ്വാസവുമാണ്. ഇത്തരം നിയമം ഉണ്ടാക്കലല്ല, ആ നിയമത്തെ അനുസരിക്കലല്ല, അവർക്ക് അത് അനുസരിക്കാം അവർക്ക് എന്ന് പറയുന്നവർക്ക് പോലും ഈമാനിലാണ്. അവിടെ ഈമാൻ പോലും അവർക്ക് ഈമാനുണ്ടെന്ന് പറയൽ പോലും അവിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എതിർത്തുകൊണ്ട് തങ്ങളുടെ മേൽക്കോയ്മയെ സ്ഥാപിച്ച് സ്വയം നിർമ്മിച്ച നിയമങ്ങളാണ് ഇന്ന് ഭൂരിപക്ഷം ജനങ്ങളും അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പരിതാപകരം തന്നെ. അധിക ജനങ്ങളും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വരാൻ ജനങ്ങളുടെ നിയമങ്ങൾ അനുസരിക്കുന്നത് പരിതാപകരമാണ്. അതോടൊപ്പം നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും തങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു അവർ. സലഫി പ്രസ്ഥാനം ജിഹാദാണ്, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ. സത്യത്തെ അതിൻ്റെ ശരിയായ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ജിഹാദ്, ദീൻ അള്ളാഹുവിന് മാത്രം ആക്കുന്നതിന് വേണ്ടി സമുദായത്തെ ഈ വമ്പിച്ച ഷിർക്കിൽ നിന്നും അടകപ്പെട്ടു പോയിട്ടുള്ള വ്യക്തമായ കുഫ്രിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ വാക്യം അത്യുന്നതമാക്കുന്നതിന് വേണ്ടി, അവിശ്വാസികളുടെ വാക്യം നിന്ദമാക്കുന്നതിന് വേണ്ടിയും, നിയമനിർമ്മാണാധികാരവും തീർപ്പ് കൽപ്പിക്കുവാനുള്ള അവകാശവും അള്ളാഹുവിന് മാത്രമായിരിക്കുമ്പോഴേ മേൽക്കാര്യങ്ങളെല്ലാം ജനജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. നിയമനിർമ്മാണാധികാരം അള്ളാഹുവിനായിരിക്കണമെന്നർത്ഥം. തീർപ്പടിപ്പിക്കാൻ അവകാശം അള്ളാഹുവിനായിരിക്കണം, അഥവാ ഹുക്കുമ് എന്നുള്ള അധികാരം അള്ളാഹുവിനായിരിക്കണം. അപ്പോഴേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അഥവാ ഖുർആനും തിരുസുന്നത്തിൽ നിന്നും അവ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം മുന്നിൽ കണ്ടുകൊണ്ട് അതത് കാലഘട്ടത്തിൽ ഇമാമുകൾ നടത്തുന്ന ജിഹാദിൽ നിന്നുമായിരിക്കണം നിയമങ്ങൾ കണ്ടെത്തുന്നത്. പ്രസംഗങ്ങളിലൂടെയും പ്രബോധനത്തിൻ്റെ മറ്റു മാധ്യമങ്ങളിലൂടെയും ത്യാഗപൂർണമായ ജിഹാദിലൂടെയും ഈ ഷിർക്കിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. ഏത് ഷിർക്കിന്ന്? രാഷ്ട്രീയ ഷിർക്കിന്ന്, ഭരണ ഷിർക്കിന്ന്. ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാരനോ ഇഖ്വാൻ മുസ്ലിംകാരോ എഴുതിയതല്ല, സാക്ഷാൽ സലഫി പണ്ഡിതൻ എഴുതിയതാണ്. സലഫികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഖ്യ പ്രശ്നപത്രേ ഇത്. അൽമനാർ മാസിക, വാള്യം 36, ലക്കം 3, പേജ് 12 മുതൽ 14 വരെ. അതേ ലേഖനത്തിൽ തന്നെ വീണ്ടും എഴുതുന്നു, അള്ളാഹുവിൻ്റെ വിശേഷങ്ങളിൽ നാമങ്ങളിൽ നടത്തപ്പെടുന്ന ദുർവ്യാഖ്യാനങ്ങൾ ചിലത് ഷിർക്കും കുഫ്റുമായി പോകുമെന്ന് അവർ വിശ്വസിക്കുന്നു. അള്ളാഹു അവതരിപ്പിച്ചില്ലാത്തൊരു വിധി ഒരാൾ നടപ്പാക്കിയാൽ അവൻ കാഫിറായി പോകുമെന്നും അവർ വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ അവലംബമാക്കാതെയും അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാതെയും മനുഷ്യരുടെ ഭൗതിക കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ ഒരുത്തൻ അവകാശമുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുകയും വ്യക്തമായ ശിർക്കിൽ അകപ്പെടുകയും ചെയ്തു തന്നെ. ഒന്നുകൂടി ആവർത്തിച്ച് വായിക്കേണ്ടതുണ്ട്, അത് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് വായിക്കണം. അതിതാണ്, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ അവലംബമാക്കാതെയും, ഇന്ത്യയിൽ അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ അവലംബമാക്കുന്നില്ലല്ലോ, അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാതെയും, അന്തസ്സത്ത ഉൾക്കൊള്ളുന്നില്ലല്ലോ, മനുഷ്യരുടെ ഭൗതിക കാര്യങ്ങൾ നിയമനിർമ്മാണം നടത്താൻ ഒരുത്തിന് അവകാശമുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ, ദീനും ദുന്യാവും രണ്ടാണ്. ദുന്യാവിൻ്റെ കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താൻ ജനങ്ങൾക്ക് അധികാരമുണ്ട്. അതാൻതുമാലും ഈ ദുന്യാക്കും, നിങ്ങൾ ദുന്യാവിൻ്റെ കാര്യം നിങ്ങൾക്കാണ് കൂടുതൽ അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ നിയമനിർമ്മാണത്തിന് അധികാരം ജനങ്ങൾക്കാണെന്ന് ആരെങ്കിലും പറഞ്ഞ് വിശ്വസിച്ചാൽ അവൻ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുകയും വ്യക്തമായ ശിർക്ക് അകപ്പെടുകയും ചെയ്തു തന്നെ എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് എന്ന സലഫി പണ്ഡിതനാണ്. അത് വിവർത്തനം ചെയ്തത് TK മൊഹിദ്ദീൻ ഉമരി സാഹിബാണ്. അത് പ്രസിദ്ധീകരിച്ചത് മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാറാണ്. അത് ഇന്നോളം തിരുത്തിയിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. അള്ളാഹു പറയുന്ന ഇപ്രകാരമാണ്, ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയസല്ലിമൂ തസ്ലീമാ. വേണ്ട, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, തങ്ങൾക്കിടയിൽ തർക്കമുള്ള കാര്യങ്ങളിൽ നിന്നെ വിധികർത്താവാക്കുകയും അങ്ങനെ നീ എടുത്ത തീർപ്പിൽ യാതൊരു വിഷമവും അവരുടെ മനസ്സുകളിൽ അനുഭവപ്പെടാതിരിക്കുകയും ശരിയായ കീഴൊതുക്കം അവർ കീഴൊതുങ്ങുകയും ചെയ്യുന്നവരേക്കും അവർ സത്യവിശ്വാസികളാവുകയില്ല. അൽമനാർ മാസിക, സെപ്റ്റംബർ 1988, പേജ് 14-20. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്.
ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയും ഇഖ്വാനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെ മുജാഹിദ് സുഹൃത്തുക്കൾ പറയുകയാണ് ചെയ്തത്. അവരത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്, അത് അവർ ചില ഘട്ടങ്ങളിൽ മാറ്റി പറയും. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കേണ്ടി വരുമ്പോൾ ഇതിന് വിരുദ്ധമായത് പറയുന്നു. അതേസമയം സത്യം പറയുവാൻ ചിലപ്പോൾ അവർ നിർബന്ധിതരാകുന്നു. ആ നിർബന്ധിതമായി പറഞ്ഞതാണ് ഇത്. അതിനാൽ ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, ഭരണവും തൗഹീദും തമ്മിൽ അടിസ്ഥാനപരമായ ബന്ധമുണ്ട്. ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ ഭരണത്തിന് അടിസ്ഥാനമാണ് തൗഹീദ്. അത് അംഗീകരിക്കാൻ നിർവാഹമില്ല. നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യവും കൂടി മനസ്സിലാക്കുക. മർഹൂം KM മൗലവിയും EK മൗലവി സാഹിബും കൂടി ഒരു ചോദ്യത്തിന് നൽകിയ മറുപടി കൂടി നാം കേൾക്കേണ്ടതാണ്. യാതൊരു നബിയായി റബ്ബ് നിയോഗിച്ചതിന് ശേഷം യാതൊരു കാഫിർ ഗവൺമെന്റിനെയും പ്രജയായി ജീവിച്ചിട്ടില്ല. ഒമാ അർസൽനാ മിൻ റസൂലി ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് എന്ന് അല്ലാഹു പറയുന്നു. കാഫിർ ഗവൺമെന്റ് പ്രജയായി ജീവിക്കുക എന്ന് വെച്ചാൽ ആ ഗവൺമെന്റിന്റെ ആജ്ഞകൾ അനുസരിക്കുന്ന നിലയിൽ ജീവിക്കുക എന്നാണല്ലോ അർത്ഥം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറ്റുള്ളവർ അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി വഴിപ്പെടുകയാണ് വേണ്ടത്. അദ്ദേഹം അള്ളാഹുവിന് വഴിപ്പെടുകയും തൻ്റെ നായകനായി വേറെ നബി ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി അദ്ദേഹത്തിന് വഴിപ്പെടുകയല്ലാതെ യാതൊരു കാഫിറിനും വഴിപ്പെടാൻ പാടുള്ളതല്ല. ഇത് ഖുർആനിൽ അനേക സ്ഥലത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അൽ മനാർ പുസ്തകം 1 ലക്കം 21, 22, പേജ് 29. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, KM മൗലവിക്ക് ഖുർആൻ അറിയുമായിരുന്നില്ലേ? EK മൗലവിക്ക് ഖുർആൻ അറിയുമായിരുന്നില്ലേ? ഖുർആനിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ലേ? ഒമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് എന്നതിന്റെ അർത്ഥം KM മൗലവിക്ക് അറിയുമായിരുന്നില്ലേ? EK മൗലവിക്ക് അറിയുമായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ അവരൊക്കെ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി വിഷയത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ? എന്നിട്ട് എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ ഇപ്പോൾ മാറ്റി പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാൻ വേണ്ടി KM മൗലവിയും EK മൗലവി സാഹിബിനെ പോലെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളെ തള്ളി പറയേണ്ടതുണ്ടോ? അവർ പറഞ്ഞ കാര്യം ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞാൽ ജമാഅത്ത് പറഞ്ഞത് തെറ്റും അവർ പറഞ്ഞത് ശരിയുമാകുമോ? അവർ ഇതുവരെ പറയാത്ത വല്ല കാര്യവും ജമാഅത്ത് ഇസ്ലാമി കാര്യത്തെ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇപ്പോൾ കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ പ്രവർത്തനങ്ങൾ വിശേഷിച്ചും 1970-കൾക്ക് ശേഷം അതിശക്തമായി ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ തുടങ്ങുകയും അതിനുവേണ്ടി ഇസ്ലാമിനെ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിലുള്ള ചില അടിസ്ഥാനങ്ങൾ ചിലപ്പോൾ ചിലർക്ക് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നടപ്പാക്കാൻ കഴിയില്ലായിരിക്കാം. ചിലപ്പോൾ ചിലർക്ക് പറയാൻ ധൈര്യവുമില്ലായിരിക്കാം. അവർക്ക് പറയാതിരിക്കാൻ. പക്ഷെ പറയുന്നവരെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തൗഹീദ്, നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അള്ളാഹുവിനാണെന്ന് പ്രഖ്യാപിക്കുന്നു. അത് മറ്റാർക്കുമില്ല എന്ന് ഊന്നി പറയുകയും ചെയ്യുന്നു. ആ കാര്യം യഥാർത്ഥത്തിൽ ലോകമെങ്ങാനുമുള്ള സലഫി പണ്ഡിതന്മാരും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളും ഊന്നിപ്പറഞ്ഞ കാര്യമാണ് എന്നതാണ് വസ്തുത. അതേസമയം എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന പരമാധികാരം എന്ന് നാം മനസ്സിലാക്കേണ്ടത്? അത് അള്ളാഹുവിന്റെ നിയമനിർമ്മാണത്തിന്റെ അധികാരമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിനെക്കുറിച്ച് കൂടി ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ ഈ നിയമനിർമ്മാണാധികാരത്തെ, പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അതിനെ നിഷേധിക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനുഷ്യജീവിതത്തിന്റെ മുഴുമേഖലകളിലുമുള്ള നിയമനിർമ്മാണത്തിന്റെ അധികാരം അള്ളാഹുവിനാണ് എന്ന കാര്യം ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതിന്റെ പേരിലാണ് അതിനെ വിമർശിക്കുകയും അതിനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് പരമാധികാരത്തെക്കുറിച്ച് മുജാഹിദ് സുഹൃത്തുക്കൾ ഇപ്പോൾ പറയുന്നത്? പ്രപഞ്ചം, സകല വസ്തുക്കളും, എല്ലാ സംഭവങ്ങളും, സമസ്ത പ്രതിഭാസങ്ങളും അള്ളാഹു മാത്രം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ഭരിക്കുകയും നിയന്ത്രിക്കുകയും വേണ്ടിവരുമ്പോൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിന്റെ പരമാധികാരി അള്ളാഹുവാണ്. ഇത് ആർക്കാ സംശയമുള്ളത്? മക്കയിൽ മുശ്രിക്കുകൾ അംഗീകരിച്ചിട്ടില്ലേ? ഇത് അബൂജഹൽ അംഗീകരിച്ചതല്ലേ? അബൂലഹബ് അംഗീകരിച്ചതല്ലേ? ലോകത്തിലെ എല്ലാ ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളും അംഗീകരിക്കുന്നതല്ലേ? പ്രപഞ്ചത്തിന്റെ പരമാധികാരി അള്ളാഹുവാണ്. പ്രപഞ്ചഭരണം അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയോ തട്ടിത്തെറിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ സംഭവ്യമാണ്. ഇത് ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടോ? എല്ലാ ദൈവവിശ്വാസികളും അള്ളാഹു വിശ്വസിക്കുന്ന എല്ലാവരും അംഗീകരിച്ച പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം ആ പ്രവിശാല രാഷ്ട്രത്തിന്റെ പരമാധികാരി അള്ളാഹു തന്നെയാണ്. അവിടെ ഭരണമാറ്റമില്ല. അതുകൊണ്ട് തന്നെ ഭരണപ്രശ്നങ്ങളും ഉത്ഭവിക്കുന്നില്ല. അള്ളാഹു പ്രപഞ്ചത്തിന്റെ സത്താവും സംരക്ഷകനും താൻ സൃഷ്ടിയും ആയതുകൊണ്ട് അവന്റെ സൃഷ്ടികർത്തൃത്വം അംഗീകരിക്കുകയല്ല മനുഷ്യന്റെ ജോലി. അള്ളാഹുവിന്റെ വിധികർത്തൃത്വത്തിൽ വിശ്വസിക്കുവാനും അവന്റെ പരമാധികാരത്തിന് വിധേയമാകുവാനും അവന്റെ പരമാധികാര വിഭാവനയിൽ ആരെയും പങ്കുചേർക്കാതിരിക്കാനുമല്ല മനുഷ്യനോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഇതിനേക്കാൾ വലിയ ഒരു തൗഹീദിന് വിരുദ്ധമായ പ്രസ്താവന നടത്താൻ ആർക്കാണ് കഴിയുക? ഇതിനേക്കാളേറെ തൗഹീദിനെ നിഷേധിക്കാൻ ലോകത്ത് ആർക്കാണ് കഴിയുക? എന്താണ്? ഒന്നുകൂടി ഞാൻ വായിക്കാം. അള്ളാഹുവിന്റെ വിധികർത്തൃത്വത്തിൽ
അള്ളാഹുവിന്റെ വിധികർത്തൃത്വത്തിൽ വിശ്വസിക്കുവാനും അവന്റെ പരമാധികാരത്തിന് വിധേയമാകുവാനും അവന്റെ പരമാധികാര വിഭാവനിൽ ആരെയും പങ്കുചേർക്കാതിരിക്കാനുമല്ല മനുഷ്യനോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. വിധികർത്തൃത്വം അള്ളാഹുവിനാണ് എന്ന് അംഗീകരിക്കാനല്ല ആവശ്യപ്പെടുന്നത്. അവന്റെ പരമാധികാര വിഭാവനയിൽ പങ്കേற்കാതിരിക്കാനല്ല ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം പരമാധികാരം അള്ളാഹുവിനാണെന്ന് സമ്മതിക്കാനുമല്ല ആവശ്യപ്പെടുന്നതെന്നാണ്. എന്നാൽ ഇതേവരെ വായിച്ച എന്താണ് അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് പറഞ്ഞത്? എന്താണ് മർഹൂം കെ എം മൗലവി പറഞ്ഞത്? എന്താണ് മർഹൂം ഇ കെ മൗലവി പറഞ്ഞത്? എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു? എന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാർ നൽകിയ അർത്ഥമല്ല വിധികർത്തൃത്വം അള്ളാഹുവിനാണെന്നത്. അത് മുജാഹിദ് പണ്ഡിതന്മാർ നൽകിയ അർത്ഥമാണ്. നാം ഇവിടെ അത് വായിച്ച് കേട്ടതാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു, ഇത് സംബന്ധമായി ഇപ്പോൾ വളരെ കൃത്രിമം കാണിക്കുകയാണ് എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ ചെയ്ത്. ഈ കൃത്രിമം അവസാനിപ്പിക്കും. നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണ് എന്നത് തൗഹീദിന്റെ ഭാഗമാണെന്ന് നേരത്തെ മുൻകാല മുജാഹിദ് പണ്ഡിതന്മാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്, ലോക ഇസ്ലാമിക പണ്ഡിതന്മാരും ലോക സലഫി സഹോദരന്മാരും പറഞ്ഞത് അംഗീകരിക്കണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമികത്തെ സംബന്ധമായി പറയാനുള്ളത്. കേരളത്തിലെ ജമാഅത്ത് വിമർശകനായ പ്രമുഖ പണ്ഡിതൻ എഴുതിയ വരികൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇസ്ലാം ഒരു പൂർണ്ണ മതമാണ്. ഒരു ജീവിത പദ്ധതി എന്ന് പറയുന്നത് ശരിയല്ല. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും ബാധിക്കുന്ന വ്യക്തമായ വീക്ഷണവും വിധികളും ഇസ്ലാമിനുണ്ട്. പക്ഷെ അതൊരു പൂർണ്ണ ജീവിത പദ്ധതിയാണെന്ന് പറയുന്നതിൽ പല അബദ്ധങ്ങളുമുണ്ട്. ഒന്നാമതായി, ജീവിത പദ്ധതി എന്ന് പറയുമ്പോൾ തന്നെ ധ്വനിക്കുന്നത് ഈ ലോക ജീവിതമാണ് അതിൻ്റെ പരമലക്ഷ്യമെന്നാണ്. അത് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ്. ജീവിത പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിനും പരലോകത്തിനുമുള്ള ജീവിത പദ്ധതി. പരലോകത്ത് വിജയം വരിക്കാനുള്ളതാണ് ഭൂമിയിലെ അള്ളാഹുവിൻ്റെ ജീവിത പദ്ധതി. ജീവിതത്തെ ക്രമപ്പെടുത്തി ലോകത്ത് സമാധാനവും ക്ഷേമവും ഐശ്വര്യവും എല്ലാം നേടാനുള്ള പദ്ധതിയാണ് ഇസ്ലാം എന്ന് ധരിക്കുന്നത് വമ്പിച്ച അബദ്ധമാണ്. ഇതല്ലേ തെറ്റ്? നബി തിരുമേനി സ്വല്ലം പറഞ്ഞത് എന്നല്ലേ? പ്രവാചകൻ സ്വല്ലം പറഞ്ഞ ഈ പ്രമുഖമായ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും നിവേദനം ചെയ്ത അനിഷേധ്യമായി പ്രവാചക വചനത്തെ നേർക്കുനേരെ നിഷേധിക്കുകയല്ലേ നമ്മുടെ മുജാഹിദ് മൗലവി സാഹിബ് ഇവിടെ ചെയ്യുന്നത്? ജമാഅത്തിനെ വിമർശിക്കാൻ വേണ്ടി എന്തിനാണ് ഹദീസിനെ നിഷേധിക്കുന്നത്? എന്തിനാണ് സർവാംഗീകൃതമായ സത്യത്തെ നിഷേധിക്കുന്നത്? എന്താണ് ഒന്നുകൂടി ചോദിച്ചു? ജീവിതത്തെ ക്രമപ്പെടുത്തി ലോകത്ത് സമാധാനവും ക്ഷേമവും, അതല്ലേ ഹത്താ യസീറ റാക്കിമിൻ സന്നാഇദ ഹളറമൗത്ത് വലാ യഖാഫു ഇല്ലല്ലാഹു വദീബനാ വലമിയെന്ന്. ആട്ടിൻകുട്ടിയെയും വേട്ടയാടുന്ന ചെന്നായും അള്ളാനി അല്ലാതെ ആരും പേടിക്കാതിരിക്കാനല്ലേ സമാധാനവും ക്ഷേമവും എന്ന് പറഞ്ഞ് ഐശ്വര്യവും എല്ലാം നേടാനുള്ള പദ്ധതിയാണ് ഇസ്ലാം എന്ന് ധരിക്കുന്നത് വമ്പിച്ച അബദ്ധമാണ് എന്നാണ്. ഇത് ഒരു മാർക്സിസ്റ്റുകാരൻ എഴുതിയാൽ മനസ്സിലാക്കാം, ഒരു നിരീശ്വരവാദി എഴുതിയാൽ മനസ്സിലാക്കാം, ഒരു ഇസ്ലാമിൻ്റെ ശത്രു എഴുതിയാൽ മനസ്സിലാക്കാം, ഒരു മുസ്ലിം സാധാരണ മുസ്ലിം പോലും എഴുതിയാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അവിടെയാണ് മുസ്ലിം മതവണ്ടി എന്ന് എഴുതിയിരിക്കുന്നത്. അതാണ് നിർഭാഗ്യകരമായ അവസ്ഥ. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടി ഇസ്ലാമിനെ തന്നെ തള്ളിപ്പറയേണ്ടതുണ്ടോ? ഇസ്ലാമിൻ്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തേണ്ടതുള്ളൂ? അത് ലോകത്ത് നിർവഹിക്കുന്ന അതിമഹത്തായ കൃത്യത്തെക്കുറിച്ച് ഇത്രയേറെ വിലഗണിച്ച് അതിനെ അപഹസിക്കേണ്ടതുള്ളൂ? ഇസ്ലാമിനെ നിന്ദിക്കേണ്ടതുള്ളൂ? അതല്ലേ നമ്മുടെ ജമാഅത്ത് വിമർശകരായ മുജാഹിദ് പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുകൂടി ഞാൻ വായിക്കട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിൻ്റെ നേരെ കൈവച്ച് നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. എന്താണ് ജമാഅത്ത് വിമർശകരായ പണ്ഡിതന്മാർ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞ് അതൊരു ജീവിത പദ്ധതിയല്ല മരണ പദ്ധതിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ജീവിതത്തെ ക്രമപ്പെടുത്തി ലോകത്ത് സമാധാനവും ക്ഷേമവും ഐശ്വര്യവും എല്ലാം നേടാനുള്ള ഒരു പദ്ധതിയാണ് ഇസ്ലാം എന്ന് ധരിക്കുന്നത് വമ്പിച്ച അബദ്ധമാണ്. ഈ ജീവിതം സുന്ദരവും സുഖപ്രദവും സൗന്ദര്യാധിഷ്ഠിതവും ആക്കുവാനുള്ളൊരു പദ്ധതിയൊന്നുമല്ല അത്. സെൽസബീൽ പുസ്തകം 7 ലക്കം 2 പേജ് 27-28. ഇതാണ് ജമാഅത്ത് വിമർശകരായ ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിലെ ദൗത്യം. ഇതാണ് കേരളത്തിൽ ജമാഅത്ത് വിമർശകരായ മതപണ്ഡിതന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം. അഥവാ ഇസ്ലാം എന്നൊരു ജീവിത പദ്ധതിയല്ല, അതൊരു മരണ പദ്ധതിയാണ്. അതിനെക്കുറിച്ച് ജീവിത പദ്ധതി എന്ന് പറയാൻ പാടില്ല എന്ന് എൻ്റെ മറ്റ് പ്രമുഖനായൊരു മുജാഹിദ് സുഹൃത്തിൽ സമഗ്രമായ ജീവിത പദ്ധതി എന്ന് പറയാൻ പാടില്ല. കാരണം സമഗ്രം എന്ന് പറഞ്ഞാൽ അറ്റമൊക്കെ അഗ്രം സമമായതാണ്. ഇസ്ലാമിൻ്റെ എല്ലാ അറ്റം സമല്ല. സമഗ്രം എന്ന പദത്തിൻ്റെ അർത്ഥം പോലും ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാനുള്ള വ്യഗ്രതയിൽ അദ്ദേഹം മറന്നുപോയി. അദ്ദേഹം മലയാള ഭാഷ അറിയാത്ത ആളല്ല. ഒരുപക്ഷെ എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ ഏറ്റവും പ്രമുഖനായ ദിഷ്ണാശാലിയായ പ്രത്യുൽപ്പന്നമതിയായ പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹം പോലും ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാനുള്ള വ്യഗ്രതയിൽ സമഗ്രമെന്ന മതത്തിൻ്റെ അർത്ഥം പോലും മറന്നുപോയി. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അറ്റം തുല്യമല്ല എന്ന് അദ്ദേഹം ഇസ്ലാം സമഗ്രമല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്. യഥാർത്ഥത്തിൽ സമഗ്രം എന്നതിൻ്റെ അർത്ഥം അതല്ല, സമ്പൂർണ്ണമെന്നാണ്. സമാഗ്രമെന്നാണ് അറ്റം എല്ലാം തുല്യം ആയത് എന്ന് പറയുക, സമാഗ്രമെന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ജമാഅത്തിനെ വിമർശിക്കാനുള്ള വ്യഗ്രതയിൽ കേരളത്തിലെ പ്രത്യുൽപ്പന്നമതിയായ പ്രഗത്ഭനായ ഏറ്റവും യോഗ്യരായ മുജാഹിദ് നേതാക്കളുടെ മുന്നണിയിൽ നിൽക്കുന്ന ഒരു മഹാപണ്ഡിതൻ അങ്ങനെ എഴുതേണ്ടി വന്നു എന്നതാണ്.
ഇതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇത്തരമൊരവസ്ഥയിലാണ് മുജാഹിദ് സുഹൃത്തുക്കൾ എത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഇവിടെ ഒരു കാര്യവും കൂടി നാം സൂചിപ്പിക്കേണ്ടതുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്, നിങ്ങളും പറഞ്ഞില്ലേ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയവേ നിങ്ങളും പറഞ്ഞില്ലേ ഇന്ദിരാഗാന്ധിയെ ആരും അങ്ങനെ വലിയ നിയമനിർമ്മാണാധികാരമുണ്ടെന്ന് കൽപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ, ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെയുള്ള പരമാധികാരമുണ്ടെന്ന് കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ചോദ്യം രണ്ടെണ്ണമാണ്. ഒന്ന്, നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ഇന്ദിരാഗാന്ധിക്കുണ്ടെന്ന് കൽപ്പിക്കുന്നത് ശിർക്കാണോ? നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം മനുഷ്യർക്കുണ്ടെന്ന് കൽപ്പിക്കുന്നത് ശിർക്കാണോ? ആണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആരും മുസ്ലിങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ച് തെറ്റായ വായന. അത് ആരെഴുതിയാലും തെറ്റായ വായന. ഉണ്ടെന്ന് പറയുന്ന ആളുകൾ മുസ്ലിങ്ങളിലുമുണ്ട്, അല്ലാത്തവരിലുമുണ്ട്. എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ പോലും ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞു. അതാണ് അവർ പറഞ്ഞത്, നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അള്ളാഹുവിനാണെന്ന് അംഗീകരിക്കൽ നമ്മൾ ബാധ്യമല്ല, വിധികർത്തൃത്വാധികാരം അള്ളാഹുവിനാണെന്ന് അംഗീകരിക്കൽ ബാധ്യമല്ല എന്ന് മുജാഹിദ് സുഹൃത്തുക്കൾ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കാനുള്ള വ്യഗ്രതയിലാണ്. അള്ളാഹുവിന്റെ പരമാധിപത്യം ഞങ്ങൾ അംഗീകരിക്കുന്നതെന്നാണ് അവർ പറയുന്നതെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദുകളും തമ്മിലുള്ള വലിയ തർക്കം തീർന്നു കഴിഞ്ഞു. പക്ഷേ അവർ ഒരുപാട് പുസ്തകം പിൻവലിക്കേണ്ടതുണ്ട്, ഒരുപാട് ലേഖനങ്ങൾ പിൻവലിക്കേണ്ടതുണ്ട്. അപ്പോൾ നിയമനിർമ്മാണത്തിന്റെ ഇന്ദിരാഗാന്ധിക്ക് പോലും നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം കൽപ്പിക്കുന്നവരില്ല എന്ന പ്രബോധനത്തിലെ വാചകമാണ് അവർ ഉദ്ധരിക്കുന്നതെങ്കിൽ അത് അവരെക്കുറിച്ച് ഒരു ഉത്തമ വിശ്വാസത്തിൽ പറഞ്ഞു പോയതാണ്. പക്ഷെ ആ ഉത്തമ വിശ്വാസം ശരിയല്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമായിരിക്കുന്നു. കാരണം അവർ തന്നെ എഴുതിയിരിക്കുന്നു, നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അള്ളാഹുവിനാണെന്ന് അംഗീകരിക്കൽ തൗഹീദിന്റെ ഭാഗമല്ല, ഇതല്ല മുസ്ലിങ്ങളുടെ ബാധ്യത. വിധികർത്തൃത്വാധികാരം അള്ളാഹുവിനാണെന്ന് അംഗീകരിക്കൽ അവരുടെ ബാധ്യതയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇസ്ലാം എന്നത് ഒരു ജീവിത വ്യവസ്ഥയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് സമഗ്രമായ ജീവിത പദ്ധതിയല്ല എന്നും പറഞ്ഞിരിക്കുന്നു. അത് മരണപദ്ധതിയാണെന്നും പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഭൂമിയിൽ ക്ഷേമവും ഐശ്വര്യവും സമാധാനം ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥയല്ല എന്നും പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താണ് ഇസ്ലാം എന്ന ചോദ്യം മൗലിക പ്രധാനമായി ഉയർന്നു വരും. ഇനി ഒരു ചോദ്യവും കൂടി ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന്. ഈ രാജ്യത്ത് ഏത് ഭരണവ്യവസ്ഥയാണ് ഒരു സത്യവിശ്വാസി ആഗ്രഹിക്കേണ്ടത്? ഈ ചോദ്യം വളരെ മൗലിക പ്രധാനമാണ്. ഈ രാജ്യത്ത് ഏത് ഭരണവ്യവസ്ഥയാണ് ഒരു സത്യവിശ്വാസി ആഗ്രഹിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണോ മനുഷ്യൻ്റെ വ്യവസ്ഥയാണോ? അള്ളാഹുവിൻ്റെ വ്യവസ്ഥക്കനുസൃതമായ ഭരണമാണോ ജനങ്ങളുടെ നിയമത്തിനനുസൃതമായ ഭരണമാണോ ആഗ്രഹിക്കേണ്ടത്? ഈ ചോദ്യം വളരെ മൗലിക പ്രധാനം. ഈ രാജ്യത്ത് ലോകത്ത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥ വരണമെന്നാണോ മനുഷ്യനിർമ്മിത വ്യവസ്ഥ വരണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അള്ളാഹുവിൻ്റെ വ്യവസ്ഥ വന്നാലാണ് സമാധാനവും ശാന്തിയും ക്ഷേമവും ഐശ്വര്യം ഉണ്ടാവുക എന്നാണോ? അതല്ല മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥ ഉണ്ടായാലാണ് ക്ഷേമവും സമാധാനവും ഐശ്വര്യം ഉണ്ടാവുക എന്നാണോ ഒരു സത്യവിശ്വാസി വിശ്വസിക്കേണ്ടത്? ഞാൻ ധൈര്യമായി പറയുന്നു, അല്പം പോലും മനപ്രയാസമില്ല പറയുന്നു, ഈ രാജ്യത്ത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥ വരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ സത്യവിശ്വാസിയല്ല. മനുഷ്യന്റെ വ്യവസ്ഥയാണ് ഇവിടെ വരേണ്ടത്, അള്ളാഹുവിൻ്റെ വ്യവസ്ഥയല്ല എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അയാൾ ഏകദൈവ വിശ്വാസിയല്ല, ആൾ സത്യവിശ്വാസിയല്ല, ആൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗമല്ല. ഈ രാജ്യത്ത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥയല്ല വരേണ്ടത്, മനുഷ്യന്റെ വ്യവസ്ഥയാണ് വരേണ്ടതെന്ന് ആഗ്രഹിച്ചാൽ വേറൊരു കാര്യവും പറഞ്ഞില്ല. ഏത് വ്യവസ്ഥയാണ് ആഗ്രഹിക്കുന്നത്? ഖിലാഫത്ത് റാഷിദ ഭരണമാണോ വരേണ്ടത്? അതല്ല അനിസ്ലാമിക ഭരണമാണോ ഈ രാജ്യത്ത് വരേണ്ടത്? ഒരു സത്യവിശ്വാസി ഈ രാജ്യത്ത് ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിതമാകണമെന്നും ഇസ്ലാമിക ഭരണം വരണമെന്നും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അയാൾ സത്യവിശ്വാസിയല്ല. അയാൾ ഏകദൈവ വിശ്വാസവും അതിൻ്റെ അടിസ്ഥമായ ജീവിതഘടനയും അംഗീകരിക്കുന്നില്ല. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ സത്യവിശ്വാസികളാണെങ്കിൽ നാം ഈ രാജ്യത്ത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥ വരണമെന്ന് ആഗ്രഹിക്കണം. അള്ളാഹുവിൻ്റെ വ്യവസ്ഥ വരണമെന്ന് ആഗ്രഹിക്കണം. അള്ളാഹുവിൻ്റെ വ്യവസ്ഥക്കനുസൃതമായ ഭരണം ഈ രാജ്യത്ത് വരണമെന്ന് ആഗ്രഹിക്കണം. ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുകയും വേണം. നമ്മൾ കാസർകോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി കയറുകയില്ലല്ലോ, കാസർകോട്ടേക്കുള്ള വണ്ടിയിലല്ലേ കയറുകയുള്ളൂ. അപ്രകാരം നാം അള്ളാഹുവിൻ്റെ വ്യവസ്ഥ വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കാം. പക്ഷേ എങ്ങനെ പണിയെടുക്കണം? അത് ഓരോ രാജ്യത്തെയും സാധ്യതയും കഴിവുമനുസരിച്ച് മാത്രമേ പണിയെടുക്കേണ്ടതുള്ളൂ. അതിനപ്പുറം അള്ളാഹു ഒരിക്കലും നമ്മുടെ മേൽ നിർബന്ധിക്കുന്നില്ല. അതാൽ നിർബന്ധിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ കഴിവും നമ്മുടെ സാധ്യത അനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീനി ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അതിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗം നേടണം. ഇതാണ് നമ്മിൽ അർപ്പിതമായ ബാധ്യത. പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നതാണ് നിർഭാഗ്യകരമായ വസ്തുത. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇനി പറയാറുള്ളത് സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് മുജാഹിദ് സഹോദരന്മാർ എഴുതുന്നത് ഇങ്ങനെയാണ്: ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അള്ളാഹു നന്നെ കുറച്ചേ ബുദ്ധി നൽകിയിട്ടുള്ളൂ. അതിനാൽ അവർ ഇതേവരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ചിന്താശക്തിയും കാര്യബോധവുമുള്ള തങ്ങൾ നേരത്തെ തന്നെ എല്ലാം വേണ്ടതുപോലെ ചെയ്തു. ജമാഅത്ത് ഇപ്പോൾ തങ്ങളെ പിന്തുടരുകയാണ്. അതിനാൽ ഇപ്പോൾ അവർക്ക് തങ്ങളോടൊപ്പം തിരിച്ചു വരാൻ സമയമായിരിക്കും. മുജാഹിദ് സുഹൃത്തുക്കൾ എഴുതുകയും പറയുകയും ചെയ്യുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ. എന്നാൽ എന്താണ് മൗലികമായ പ്രശ്നമെന്ന് ഞാൻ സൂചിപ്പിച്ചു.
അത് രണ്ട് കാര്യമാണ്. ഒന്ന്, നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം ആർക്കാണ്? അത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ? വിധികർത്തൃത്വ അധികാരം അള്ളാഹുവിന് മാത്രമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? അത് മുജാഹിദ് സഹോദരന്മാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ ഭിന്നത തീർന്നു എന്നതിന് സംശയമേ ഇല്ല. പിന്നെ അവശേഷിക്കുന്നത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥ ഈ രാജ്യത്ത് സ്ഥാപിക്കാൻ നമ്മൾ എന്ത് മാർഗമാണ് നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ടതെന്നാണ്. തീർച്ചയായും അതിൽ അഭിപ്രായ ഭേദങ്ങൾക്ക് സാധ്യതകളുണ്ട്. അത് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ രണ്ടാമത് അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണോ നല്ലത്, മനുഷ്യരുടെ വ്യവസ്ഥയാണോ നല്ലത്? എന്തിനു നല്ലത്? പരലോകത്തേക്ക് എന്തായാലും അള്ളാഹുവിൻ്റെ വ്യവസ്ഥ നല്ലത്. ഭൂമിയിൽ സമാധാനവും ശാന്തിയും ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാകാൻ അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണോ നല്ലത്, മനുഷ്യനിർമ്മിത വ്യവസ്ഥയാണോ നല്ലത്? അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണ് ലോകത്തുള്ള എല്ലാ വ്യവസ്ഥകളെക്കാളും നല്ലതെന്ന് വിശ്വസിക്കാത്ത ഒരാൾ സത്യവിശ്വാസിയല്ല, ഒരാൾ മൂമിനല്ല. ജമാഅത്ത് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തും പറയും, പക്ഷെ അത് ഇസ്ലാമിനെ നശിപ്പിക്കാനാകരുത്, ഇസ്ലാമിനെ എതിർക്കാനാവരുത്, ജമാഅത്തിനെ എതിർക്കാം. നിങ്ങൾ ഒരു നിമിഷം കൂടി ഓർത്തു നോക്കൂ, എന്താണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ജമാഅത്ത് വിമർശകനായ മതപണ്ഡിതൻ എഴുതിയത്? ഇസ്ലാം എന്നത് ഈ ഭൂമിയിൽ സമാധാനവും ശാന്തിയും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാക്കാനുള്ള വ്യവസ്ഥയല്ല, അത് അതിനുവേണ്ടി ഉള്ള വ്യവസ്ഥയല്ല, അത് സാധ്യമല്ല, അതുകൊണ്ട് എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനുഷ്യനിർമ്മിത വ്യവസ്ഥയാണ് ഈ വരവിടെ വേണ്ടതെന്നല്ലേ? മനുഷ്യനിർമ്മിത വ്യവസ്ഥയെക്കാളേറെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ക്ഷേമം ഉണ്ടാക്കുന്ന വ്യവസ്ഥ ഇസ്ലാമാണെന്ന് വിശ്വസിക്കാത്തിടത്തോളം കാലം ഒരാൾ ഭൂമിയിലാവുകയില്ല. അതാണ് ഒരു പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാൻ വേണ്ടി ഈമാനിൽ നിന്ന് കുതറി മാറരുത് എന്നാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് വിനീതമായി പറയാനുള്ളത്. ഒന്നാമത്തേത്, ഈ രാജ്യത്ത് ഏത് വ്യവസ്ഥ വരണം, വരേണ്ടത് ഇസ്ലാമിക വ്യവസ്ഥയാണെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ സത്യവിശ്വാസിയാവില്ല. അള്ളാഹുവിൻ്റെ വ്യവസ്ഥ അവിടെ വരണമെന്ന് ആഗ്രഹിക്കണം. അത് ആഗ്രഹിക്കുന്ന മനുഷ്യൻ അതിനുവേണ്ടി സാധ്യമാവുന്ന വിധം ശ്രമിക്കണം. അതിനപ്പുറം ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. സാധ്യമാവുന്നത് അള്ളാഹു ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ആ വ്യവസ്ഥ വരണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ആ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുണ്ട്. അതാണ് ഇലക്ഷൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയാറുണ്ട്. ജമാഅത്ത് ഇസ്ലാമി തൗഹീദ് ഷിർക്കായത് തൗഹീദാക്കി, ഹറാം ഹലാലാക്കി, വോട്ട് ചെയ്ത് ഷിർക്കാന്ന് പറഞ്ഞു, ഇപ്പോൾ വോട്ട് ചെയ്തു. യഥാർത്ഥത്തിൽ അത് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് തെറ്റായ ഒരു പ്രചാരണമാണ്. ജമാഅത്ത് ഇസ്ലാമി ഒരിക്കലും ആദർശത്തിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല. എന്താണ് ആദർശം? അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, നിഷിദ്ധമാണ്, അനിസ്ലാമികമാണ്, ജാഹിലിയമാണ്. ഞാൻ ആവർത്തിച്ച് പറയാം, അനിസ്ലാമിക വ്യവസ്ഥ, അത് നമുക്ക് അനിസ്ലാമിക വ്യവസ്ഥ എന്ന് പറയാം, ദൈവേതര വ്യവസ്ഥ എന്ന് പറയാം, ജാഹിലിയ വ്യവസ്ഥ എന്ന് പറയാം, മനുഷ്യനിർമ്മിത വ്യവസ്ഥ എന്ന് പറയാം, താവൂത്തി വ്യവസ്ഥ എന്ന് പറയാം. എന്തായാലും ശരി, ഒരൊറ്റ കാര്യം, അള്ളാഹുവിൻ്റെ വ്യവസ്ഥക്കെതിരെയുള്ള വ്യവസ്ഥ, അള്ളാഹുവിൻ്റെ വ്യവസ്ഥക്കെതിരെ, അള്ളാഹുവിൻ്റെ ദീനിനെതിരെ, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെതിരെയുള്ള വ്യവസ്ഥ. അപ്പോൾ അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്തി വ്യവസ്ഥ ഈ ഭൂമിയിൽ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, ഷിർക്കാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. ജമാഅത്ത് ഇസ്ലാമി ഇന്നലെ അംഗീകരിച്ചതാണ്, ഇന്നും അംഗീകരിക്കുന്നു, നാളെയും അംഗീകരിക്കുന്നു, ഖിയാമത്ത് നാൾ വരെ അംഗീകരിക്കുന്നു. ഇത് ഏതൊരു സത്യവിശ്വാസിയും അംഗീകരിക്കാൻ ബാധ്യസ്ഥമാണ് എന്ന് ജമാഅത്ത് ഇസ്ലാമി വിശ്വസിക്കുകയും പറയുകയും ചെയ്തു. എന്താണ് അത് അടിസ്ഥാനപരമായി അംഗീകരിക്കേണ്ടത്? അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും അനിസ്ലാമികമാണ്, തൗഹീദിന് വിരുദ്ധമാണ്. ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണോ? അല്ല. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമായി തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ മതന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ അവിടെ അസ്തിത്വവും വ്യക്തിത്വവും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ, അവിടെ സാംസ്കാരികമായ നിലനിൽപ്പിനെതിരെ വെല്ലുവിളികൾ ഉയർന്നപ്പോൾ, അവരുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ കയ്യേറ്റങ്ങൾക്ക് വിധേയമായപ്പോൾ, ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും മുഖ്യ താൽപ്പര്യ സംരക്ഷണം എന്ന ഇഖാമത്തുദ്ദീൻ്റെ ഭാഗമായതുകൊണ്ട്, പ്രവാചകനായ മൂസ അലൈഹി ഇസ്ലാം ഈ ഭൂമിയിൽ നിർവഹിച്ച മുഖ്യ ദൗത്യങ്ങളിൽ ഒന്നായതുകൊണ്ട് ആ താൽപ്പര്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി ഇലക്ഷനിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. 1961 തീരുമാനിച്ചത്. അതിൻ്റെ സംഘടനാപരമായ ശക്തി വർദ്ധിക്കുകയും അത് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുവാൻ മാത്രം ഏതെങ്കിലും സ്ഥാനാർത്ഥികളോ പാർട്ടിയോ തയ്യാറാകാൻ മാത്രം ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനാപരമായ ശക്തി വളരുന്നവരെ കാത്തിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഇലക്ഷനിൽ പങ്കെടുക്കുന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ്, അത് ഈ രാജ്യത്തെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, മർദ്ദിക്കപ്പെട്ട സ്വന്തം സമൂഹത്തിൻ്റെയും ജനതയുടെയും ന്യായമായ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അത് ഇഖാമത്തുദ്ദീൻ്റെ ഭാഗമാണ്. അപ്പോൾ ചോദിക്കും, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമോ? അത് അതിൻ്റെ അനുബന്ധമാണ്. ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും മുഖ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് തീർച്ചയായും രേഖപ്പെടുത്തപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് മൗലികമായ അടിസ്ഥാനപരമായ മൂല്യമുണ്ടാകണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചത്. ഇപ്പോൾ ഈ രാജ്യത്തെ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും മുഖ്യ ശത്രുക്കൾ വർഗീയ ഫാഷിസ്റ്റുകളായതുകൊണ്ട് വർഗീയ ഫാഷിസ്റ്റുകൾക്കെതിരെയുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മതനിരപേക്ഷമായ സാഹചര്യം നിലനിർത്തുക എന്നതാണ് ജമാഅത്ത് ഇസ്ലാമി തീർച്ചയായും ആഗ്രഹിച്ചിട്ടുള്ളത്, ലക്ഷ്യം വെച്ചിട്ടുള്ളത്.
അതിനുവേണ്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്യുന്നത്. അല്ലാതെ അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ ഉയർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ അല്ല എന്നർത്ഥം. അതിനാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വിമർശകന്മാരായ ആളുകൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നയത്തിലാണ് ജമാഅത്ത് ഇസ്ലാമി മാറ്റം വരുത്തി. എന്തായിരുന്നു നയം? ഈ രാജ്യത്ത് ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ മുഖ്യ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തണമോ വേണ്ടയോ? രേഖപ്പെടുത്തണമെന്ന് തത്വത്തിൽ നയപരമായി 1961 തീരുമാനിച്ചു. പക്ഷെ നടപ്പാക്കിയില്ല. ആ നയം അന്ന് നടപ്പാക്കിയില്ല. പുതിയ സാഹചര്യം വരാൻ കാത്തിരുന്നു. അങ്ങനെയാണ് 1985 വരെ അതിന് കാത്തിരുന്നത്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇലക്ഷൻ നയം അടിസ്ഥാനപരമായി ഇഖാമത്തുദ്ദീന് വേണ്ടി രാജ്യത്ത് ചെയ്യേണ്ട സുപ്രധാനമായ ഒരു ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയാണ് അത് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നർത്ഥം. അതൊരു കാര്യവും കൂടി ഇവിടെ സൂചിപ്പിക്കണം. അത് പറയുമ്പോൾ മുജാഹിദ് സുഹൃത്തുക്കൾ പറയും ഇലക്ഷനും രാഷ്ട്രീയവുമൊക്കെ ദുന്യാവിൻ്റെ കാര്യമാണ്, അതൊക്കെ ഭൗതിക ജീവിതത്തിൻ്റെ കാര്യമാണ്, അതെല്ലാം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, ജനങ്ങളുടെ കാര്യമാണ്, ഭൗതിക ജീവിതത്തിൻ്റെ കാര്യമാണ് എന്നാണ് എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ പലപ്പോഴും പറയാറുള്ളത്. അവർ ഒരു കാര്യവും കൂടി പറയുന്നു. അത് വ്യക്തമായി ഞാൻ ഒന്നും കൂടി വായിക്കാം. മുജാഹിദ് സുഹൃത്തുക്കൾ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കവേ പറഞ്ഞു, ഈ ദുന്യാവും ദീനും എന്ന് പറഞ്ഞാൽ അത് പരസ്പരം ബന്ധിപ്പിക്കേണ്ടതല്ല. ജമാഅത്ത് ഇസ്ലാമി ദീനും ദുന്യാവും രണ്ടാക്കി എന്ന് പറഞ്ഞത് കുറ്റകരമായ കാര്യമായാണ് മുജാഹിദ് സുഹൃത്തുക്കൾ പറയുന്നത്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ദുന്യാവെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകമാണ്. ദീൻ എന്ന് പറഞ്ഞാലോ ഈ ലോകത്ത് ജീവിക്കേണ്ട അള്ളാഹുവിൻ്റെ വ്യവസ്ഥക്കാണ് ദീൻ എന്ന് പറയും. അപ്പോൾ ദീനും ദുന്യാവും രണ്ടാക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ ദീൻ പരിഗണിക്കാതെ ഈ ദുന്യാവിൽ ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാണ്. നടക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്, ഉറങ്ങുന്നത്, ഉണരുന്നത്, പറയുന്നത്, ചെയ്യുന്നത്, സാമൂഹ്യ ഇടപാടുകൾ, സാമ്പത്തിക കാര്യങ്ങൾ, സാംസ്കാരിക മര്യാദകൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, വീട്ടുകാര്യങ്ങൾ, ഭാര്യയോടുള്ള ബന്ധം, മാതാപിതാക്കളുടെ ബന്ധം, അയൽക്കാരുള്ള ബന്ധം, അതിഥികളുടെ ബന്ധം, അനാഥരോടും അഗതികളോടുള്ള നിലപാട്, ഇതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ദീന് നോക്കിക്കൊണ്ട് മാത്രമേ ഒരാൾ ഭൂമിയിൽ ജീവിക്കാവൂ എന്നാണ് ദീനും ദുന്യാവും രണ്ടാക്കരുത് എന്നതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഉദ്ദേശിച്ചത്. അല്ല ദീൻ എന്നൊരു കാര്യവും ദുന്യാവെന്ന കാര്യവും ഇല്ല എന്നല്ല. ദുന്യാവ് നമ്മൾ ജീവിക്കുന്ന ലോകമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനാണ് എന്ത് പറയുക? ദീൻ എന്ന് പറയുക. ആ ദീൻ നോക്കാതെ ദുന്യാവിൽ ഒരു കാര്യം ചെയ്യരുത് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത്. അതിൽ രാഷ്ട്രീയവും ഭരണവും ഉൾപ്പെടും എന്നതാണ് വസ്തുത. ഇത് പറയുമ്പോഴും ഒരു കാര്യം വീണ്ടും പ്രശ്നമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമും രാഷ്ട്രീയവും തമ്മിൽ അങ്ങനെ ബന്ധമില്ല എന്ന് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്. അവർ അത് സംബന്ധമായി എഴുതിയ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമി പരിവർത്തനങ്ങളിലൂടെ എന്ന ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുന്നൊരു ഗ്രന്ഥം മുജാഹിദ് സുഹൃത്തുക്കൾ പ്രസിദ്ധീകരിച്ചു. അതിലെഴുതുന്നു, എന്നാൽ രാഷ്ട്രീയം ഇസ്ലാം മനുഷ്യബുദ്ധിക്ക് വിട്ടു തന്നിരിക്കുന്നു. അതൊരു ദീൻ കാര്യമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമായ ഭരണത്തിൻ്റെ സ്വഭാവം, തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്നിവയിൽ പോലും ഇസ്ലാമിന് സുവ്യക്തമായ നിർദ്ദേശങ്ങളില്ല. ജമാഅത്തെ ഇസ്ലാമി പരിവർത്തനങ്ങളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ 92-ാം പേജ് എന്തായി പറഞ്ഞത്? ഒന്നുകൂടി വായിക്കാം. എന്നാൽ രാഷ്ട്രീയം ഇസ്ലാം മനുഷ്യബുദ്ധിക്ക് വിട്ടു തന്നിരിക്കുന്നു. അതൊരു ദീൻ കാര്യമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമായ ഭരണത്തിൻ്റെ സ്വഭാവം, തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എന്നിവയിൽ പോലും ഇസ്ലാമിന് സുവ്യക്തമായ നിർദ്ദേശമില്ല. ഇസ്ലാമിന് സുവ്യക്തമായ നിർദ്ദേശം നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിലില്ല എന്നതുകൊണ്ടാണ് അത് ദീൻ കാര്യമല്ലെങ്കിൽ നമസ്കാരമോ? പള്ളിയിലെ ഇമാമിനെ തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്ന് ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? പള്ളി കമ്മിറ്റിയാണോ തെരഞ്ഞെടുക്കേണ്ടത്? അല്ലെങ്കിൽ മുതവല്ലിയാണ് തെരഞ്ഞെടുക്കേണ്ടത്? അല്ലെങ്കിൽ പള്ളിയിലെ പ്രസിഡന്റാണ് തെരഞ്ഞെടുക്കേണ്ടത്? പള്ളിയിലെ ഇമാമിനെയും ഖത്തീബിനെയും ഖാദിയെയും തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്ന് ഖുർആനിലോ സുന്നത്തിലോ ഉണ്ടോ? അതില്ലാത്തതുകൊണ്ട് ദുന്യാവിൻ്റെ കാര്യമാണോ? അപ്പം നമസ്കാരം ദുന്യാവിൻ്റെ കാര്യമാണോ? ജുമാ ജമാഅത്ത് ദുന്യാവിൻ്റെ കാര്യമാണോ? ഖുത്ബയും ഇമാമത്തും ദുന്യാവിൻ്റെ കാര്യമാണോ? എന്താണ് എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാൻ വേണ്ടി എന്തും പറയാമെന്ന? അല്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടി എഴുതിയതാണെന്ത്? എന്നാൽ രാഷ്ട്രീയം ഇസ്ലാം മനുഷ്യബുദ്ധിക്ക് വിട്ടുതന്നിരിക്കുന്നു. അപ്പം രാഷ്ട്രീയത്തിൽ മനുഷ്യബുദ്ധിക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ അതല്ലേ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്? അതല്ലേ ഇവിടെയുള്ള നിരീശ്വരവാദികൾ പറയുന്നത്? അതല്ലേ ഭൗതികവാദികൾ പറയുന്നത്? ഭൗതികവാദികളുടെ അതേ വാദമല്ലേ മുജാഹിദ് സുഹൃത്തുക്കളിലൂടെ പറയുന്നത്? അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവരും ഭൗതികവാദികളും തമ്മിൽ എന്താണ് രാഷ്ട്രീയ കാര്യത്തിൽ വ്യത്യാസം? അവർ പറയുന്നു അത് മനുഷ്യബുദ്ധിക്ക് വിട്ടുതന്നിരിക്കുന്നു. അത് ദീൻ കാര്യമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. രാഷ്ട്രീയം ദീൻ കാര്യമല്ലെങ്കിൽ ജനാസ മറവിയൽ ദീൻ കാര്യമാണോ? ജനാസയെ മറവ് ചെയ്യൽ ദീൻ കാര്യമാണോ? നബി തിരുമേനി സ്വല്ലല്ലാഹു സ്വന്തം ജനാസ മറവ് ചെയ്ത് എപ്പോഴാണ്? അബൂബക്കർ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട് ബയ്യത്ത് ചെയ്യപ്പെട്ട ശേഷമല്ലേ?
എന്തിനാണ് നബി തിരുമേനി, അതും ജനാസ നിങ്ങൾ പരമാവധി വേഗത്തിൽ മറവ് ചെയ്യണമെന്ന് കൽപ്പിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നീട്ടിവെച്ചത്? മറവ് ചെയ്ത് നീട്ടിവെച്ചത് എന്തിനാണ് ദീർഘിപ്പിച്ചത്? ഖലീഫയെ തെരഞ്ഞെടുക്കപ്പെടുക എന്ന ബയ്യത്ത് ചെയ്യപ്പെടുക എന്ന കൃത്യം നിർവഹിക്കപ്പെടുന്നവരെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ മറവ് ചെയ്തില്ല. ഇനി ഒരു കാര്യം ഓർത്തു നോക്കൂ, അത് ദുന്യാവിന്റെ കാര്യമാണ്, അത് ദീൻ കാര്യമല്ല, രാഷ്ട്രീയവും ഭരണവും എന്ന് മുജാഹിദ് സഹോദരന്മാർ പറയുന്നു. ജനാസ മറവ് ചെയ്യൽ ദീൻ കാര്യമാണെന്നും പറയുന്നു. എങ്കിൽ ദീനേക്കാളേറെ സഹാബികൾ ദുന്യാവിനാണോ പരിഗണന കൊടുത്തത്? ദീനേക്കാൾ സഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ദീനേക്കാളെ പ്രാധാന്യം കൊടുത്തത് ദുന്യാവിനാണോ? മതകാര്യത്തെക്കാൾ ഭൗതികാര്യത്തിനാണോ പ്രാമുഖ്യം കൽപ്പിച്ചത്? എന്നെ മുജാഹിദ് സഹോദരന്മാരുടെ അബദ്ധപൂർണമായ വാദമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾക്ക് ഇസ്ലാമിനോടാണ് സ്നേഹമെങ്കിൽ, അള്ളാഹുലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ഇത്തരം അബദ്ധധാരണകൾ തിരുത്തേണ്ടതുണ്ട്. പിന്നീട് വീണ്ടും അതാ എഴുതുന്നു, അപ്പോൾ രാഷ്ട്രീയം ഭൗതിക നേട്ടത്തിലുള്ള പരിശ്രമവും മതം പരലോകത്തിനുള്ള അധ്വാനവുമാകുന്നു. അടിസ്ഥാനപരമായി തന്നെ മതവും രാഷ്ട്രീയവും ഇവിടെ വേർപിരിയുന്നു. ഇതിനേക്കാൾ അപ്പുറം എന്താ സെക്രട്ടറികൾ പറഞ്ഞു? ഇത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ മതേതരവാദികളുടെ, ഭൗതികവാദികളുടെ, ഈ രാജ്യത്തെ നിരീശ്വരവാദികൾ പറയുന്ന അതേ കാര്യമല്ലേ? അവർ ചിലപ്പോൾ ദൈവത്തെ തള്ളിക്കളയുന്നതാണ്. പക്ഷേ ഈ രാജ്യത്തെ ഭൗതികവാദികളൊക്കെ പറയുന്നു മതവും രാഷ്ട്രവും രണ്ടാണ്, മതവും രാഷ്ട്രീയവും രണ്ടാണ്. ഇവിടെ രാഷ്ട്രം എന്ന് പോലെയല്ല പറഞ്ഞ്, രാഷ്ട്രീയവും എന്നാണ്. എന്താ പറഞ്ഞ? മതം പരലോക ജീവിതത്തിന് അടിസ്ഥാന, അതുപോലെ രാഷ്ട്രീയം ഭൗതിക ജീവിതത്തിന്. രാഷ്ട്രീയം ഭൗതിക ജീവിതത്തിനല്ല. നബി തിരുമേനി സ്വലസം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പൂർത്തീകരിച്ചാൽ, ഈ ദീൻ പൂർത്തീകരിച്ചാൽ ഹത്താ യസിറ റാക്കിബിൻ സന്നാഇദാഹ മൗത്ത് എന്നാണ്. നബി തിരുമേനി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ തദീനുലക്കും അൽഅറബത സലക്കും അൽഅജം എന്നാണ്. അതിനെക്കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായ അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത് ഹുക്കൂമത്തയിലായി ദൈവിക ഭരണം സ്ഥാപിക്കാൻ അഭൗതിക ഉപകരണം എന്നാണ്. അതിനെക്കുറിച്ച് മർഹൂം കെ എം മൗലവി എഴുതിയത് എന്താണ്? അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കാനുള്ള ഉപകരണം എന്നാണ്. എന്ന് മാത്രമല്ല, നമ്രൂദ്, ഫറവോൻ, കിസ്ര, കൈസർ തുടങ്ങിയവരുടെ ഭരണം തകർക്കാനുള്ള മാർഗമെന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചാണ് പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് ബഹുമാന്യനായ മർഹൂം ഉമർ മൗലവി എഴുതുന്നത് സൽസബീൽ പുസ്തകം 7 ലക്കം 1 പേജ് 29. എന്ത്? അടിസ്ഥാനപരമായി തന്നെ മതവും രാഷ്ട്രീയവും വേർപിരിയുന്നു, ഇവിടെ വേർപിരിയുന്നു. രാഷ്ട്രീയവും ഇത്ര ഭൗതികാര്യങ്ങൾ പെട്ടതാണെന്ന് ജമാഅത്ത് ഇസ്ലാമി പരിവർത്തനങ്ങളിലൂടെ എന്ന പുസ്തകത്തിൽ വീണ്ടും അവർ എഴുതുന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇസ്ലാമിന് വിരുദ്ധമാണ്. ഇത് തീർച്ചയായും ഇസ്ലാമിന് വിരുദ്ധമായ ഒരു കാര്യമാണ്. മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ എഴുതുന്നു. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ നബി തിരുമേനി ജനാസ മറവ് ചെയ്തില്ല. ഇസ്ലാമിലെ ഒന്നാമത്തെ നവോത്ഥാന നായകനായി മുജദ്ദിദായി അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം എല്ലാ തജ്ദീദി പ്രവർത്തനവും ചെയ്ത് രാഷ്ട്രീയത്തിലും ഭരണത്തിലും. അത് ദീൻ അല്ലെങ്കിൽ ഭൗതികാര്യത്തിൽ പരിവർത്തനം വരുത്തുന്നവരാ ഇസ്ലാമിലെ മുജദ്ദിദുകൾ. അബുൽ ഹസൻ അലി നബി സാഹിബ് ഉൾപ്പെടെ മുജദ്ദിദുകളെ കുറിച്ച് എഴുതി എല്ലാവരും പറയുന്നു ഇസ്ലാമിക ചരിത്രത്തെ ഒന്നാമത്തെ മുജദ്ദിദ് ഉമർ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നടത്തിയ പരിഷ്കരണ പ്രവർത്തനം എന്തെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയവരൊക്കെ എഴുതിയിരിക്കുന്നു. അത് രാഷ്ട്രീയത്തിനും ഭരണത്തിനുമാണ്. അത് ദുന്യാവിന്റെ കാര്യമാണ്, മതവുമായി ബന്ധമില്ല, മതവുമായി വേർപിരിഞ്ഞു പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞു. എങ്കിൽ ദുന്യാവിന്റെ കാര്യം, ഭൗതിക കാര്യം, മതവുമായി ബന്ധമില്ലാത്ത കാര്യത്തിൽ പരിഷ്കരണം വരുത്തലാണോ മുജദ്ദിദിന്റെ പണി? എന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആർക്കാ മനസ്സിലായിക്കൂടത്തെ? യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുകയെന്നും ആധുനിക ഭൗതിക രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അവരുടെ കൂടെ നിന്ന് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഫത്വ നൽകുകയും ചെയ്യല്ലേ മുജാഹിദ് സഹോദരന്മാർ ചെയ്യുന്നത്? അതിനുവേണ്ടി ദീനിനെ വളച്ചൊടിക്കുകയല്ലേ ചെയ്യുന്നത്? ദീനിനെ കൃത്രിമമാക്കുകയല്ലേ ചെയ്യുന്നത്? ദീനിനെ വെട്ടിച്ചുരുക്കുകയല്ലേ മുജാഹിദ് സഹോദരന്മാർ ചെയ്യുന്നത്? ഇതൊന്ന് ഒരു നിമിഷം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇബ്നു ഖൽദൂൻ പറഞ്ഞത്? ഇന്ന നസ്ബൽ ഇമാം വാജിബുൻ വഖദ് ഉരിഫ വുജൂബഹു ഫിശ്ശറഇ ബിഇജ്മാഇ സ്വഹാബത്തി വത്താബീന. ഇന്ന നസ്ബൽ ഇമാം, ഒരു ഇമാമിനെ, ഒരു ഭരണാധികാരിയെ ഉണ്ടാക്കുക എന്ന് വാജിബുൻ, നിർബന്ധമാണ്. വഖദ് ഉരിഫ, അറിയപ്പെട്ടിരിക്കുന്നു, വുജൂബഹു, അതിന്റെ നിർബന്ധം ചരിത്രത്തിൽ അറിയപ്പെട്ടിരിക്കുന്നു, ഫിശ്ശറഇ, ശറയിൽ അറിയപ്പെട്ടിരിക്കുന്നു. ഒരു ഇമാമിനെ നിശ്ചയിക്കുക എന്നത് വാജിബാണ്, നിർബന്ധമാണ്. ശറയിൽ അത് വാജിബാണ് എന്ന കാര്യം അറിയപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? ബി ഇജ്മാഇ സ്വഹാബത്തി വത്താബീന, സഹാബികളുടെയും താബികളുടെയും ഇജ്മാ അനുസരിച്ച്. എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾക്ക് മാത്രമേ ഭിന്നതയുള്ളൂ. താബികളും സഹാബികളും താബികളും ഒക്കെ തന്നെ ഇജ്മാ ആണ് ഏത് കാര്യത്തിൽ? ഒരു ഇമാമിനെ നിശ്ചയിക്കൽ, ഭരണാധികാരിയെ നിശ്ചയിക്കൽ നിർബന്ധമാണ്.
ഇവിടെ ഭരണാധികാരിയെ നിശ്ചയിക്കാൻ എന്താണ് എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കൾ എഴുതിയത്? ഭരണാധികാരിയെ നിശ്ചയിക്കുവാൻ ഖുർആനും സുന്നത്തും രീതി പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുക്കാണോ വേണ്ടത്, അതല്ല എങ്ങനെയാണ് ഭരണാധികാരി തെരഞ്ഞെടുക്കാൻ വേണ്ടതെന്ന് തീരുമാനിച്ചില്ല. അതുകൊണ്ട് അത് ഭൗതിക കാര്യമാണ്, അതുകൊണ്ട് ദുന്യാവിൻ്റെ കാര്യമാണ്, ദീനീ കാര്യമല്ലെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? മുജാഹിദ് സുഹൃത്തുക്കൾ എഴുതി. അതേപോലെ സഹാബികളും താബിയുമൊക്കെ ഏകണ്ഠമായി പറയുന്നു ഇമാമിനെ നിശ്ചയിക്കൽ നിർബന്ധ കാര്യമാണ്, വാജിബാണ് എന്ന്. അവർക്ക് ഇജ്മാ ഉണ്ട്, സഹാബികൾക്കും താബികൾക്കും ഇജ്മാ ഉണ്ട്. എതിര് ഒരു ഇമാമിനെ നിശ്ചയിക്കൽ, ഭരണാധികാരിയെ നിശ്ചയിക്കൽ വാജിബാണ് എന്ന കാര്യത്തിൽ. അതേസമയം മുജാഹിദ് സുഹൃത്തുക്കൾ പറയുന്നു അത് നിശ്ചയിക്കാൻ ഇസ്ലാമിൽ മാർഗമില്ലാത്ത തന്നെ രാഷ്ട്രീയം ഭൗതികമാണ്, മതവുമായി ബന്ധമില്ലാത്തതാണ് എന്നതിന് തെളിവാണ് എന്ന്. ഇവിടെ ആരാണ് ഇസ്ലാമിന് തെറ്റിദ്ധരിച്ചു പോയത്? ജമാഅത്ത് ഇസ്ലാമിയോ എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കളോ? ഇവിടെ ആരാണ് ഇസ്ലാമിന് തെറ്റിപ്പോയത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഒരു നിമിഷം ആലോചിച്ചു നോക്കും. ജമാഅത്തെ ഇസ്ലാമിയെ നമുക്ക് വിമർശിക്കാം, പക്ഷെ അതിനെങ്ങനെയാണ് നാം ഇസ്ലാമിനെ തള്ളിപ്പറയുക? എങ്ങനെയാണ് നാം സഹാബികളും താബികളും ഇജ്മാഅ ഒരു കാര്യത്തെ തള്ളിപ്പറയുക? എങ്ങനെയാണ് നബി തിരുമേനി സ്വലസമ്മയുടെ ജനാസ മറവ് ചെയ്യുവാൻ പോലും ഖലീഫയെ തെരഞ്ഞെടുക്കുന്നവരെ കാത്തിരുന്ന ഒരു സമൂഹത്തിന് അവരുടെ നിലപാടിനെ നാം എങ്ങനെയാണ് തള്ളിപ്പറയുക? ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നു, അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹത്തിന് ചില പോരായ്മകൾ അവർ എഴുതിയിരിക്കുന്നു എന്ന്. അതാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർക്കുള്ള കുറ്റമെന്ന്. ഇവിടെ യഥാർത്ഥത്തിൽ മുജാഹിദ് സുഹൃത്തുക്കൾ ഒരു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു മുഴുവൻ സഹാബികളെയും തള്ളിപ്പറയലേ ചെയ്യുന്നത്. അവരൊക്കെ ദുന്യവിയായ ഭരണത്തിനും രാഷ്ട്രീയത്തിനും ദീനിയായ ജനാസ പറയുന്നതിനേക്കാൾ പ്രാധാന്യം കൽപ്പിച്ചു എന്ന് പറയുകയല്ലേ ചെയ്തത്? ആരാണ് യഥാർത്ഥത്തിൽ സഹാബികളെ തള്ളിപ്പറയുന്നത്? സഹാബികളും താബികളും ഇജ്മാഅ കാര്യത്തെ തള്ളിപ്പറയുന്ന ആരാണ്? ഇതെൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാർ നെഞ്ചത്ത് കൈവച്ചാലോചിക്കേണ്ട കാര്യമാണ് എന്നാണ് അവരോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഇബ്നു ഖൽദൂൻ പറയുന്നു, ലിഅന്ന അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ വഫാത്തിഹി ബാദറു ഇലാ ബൈഅത്തിൻ അബീ ബക്കർ വതസ്ലീമിൻ നദ്രി ഇലൈഹി ഫീ ഉമൂരിഹിം വകദാ ഫീ കുല്ലി അസ്രിൻ മിനൽ അഹ്സാർ വസ്തഖറ ദാലിക ഇജ്മാഅൻ ദാല്ലൻ അലാ വുജൂബി നസ്ബിൽ ഈമാൻ. ഞാൻ പറഞ്ഞ അതേ ഉദാഹരണമാണ് ഇബ്നു ഖൽദൂൻ പറഞ്ഞത്. മറ്റൊരു ഭാഷയിൽ ഞാൻ ഇബ്നു ഖൽദൂനെ വായിച്ചോർമെന്ന് വിചാരിച്ചോട്ടെ, ഒരു ദോഷവും എനിക്കില്ല. നബി തിരുമേനി സ്വലമയുടെ സഹാബികൾ നബി തിരുമേനി സ്വലം വഫാത്തായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്ത് അന്തരീക്ഷം ശാന്തമാവുന്നവരെ കാത്തിരുന്നു പ്രവാചകൻ സ്വലമയുടെ ജനാസ മറവിയാൻ. ഇത് എല്ലാ കാലഘട്ടത്തിനും സംഭവിച്ചാണ്. അതുകൊണ്ട് ഒസ്തഖറ സ്ഥിരപ്പെട്ടിരിക്കുന്നു, ദാലിക ഇജ്മാഅ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, ദാലൻ അലാ വുജൂബി നസ്ബിൽ ഈമാൻ. ഒരു ഇമാമിനെ നിശ്ചയിക്കൽ നിർബന്ധമാണെന്നതിന് ഇജ്മാഅ ഇത് തെളിവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ. അപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു, ഇത് ഇസ്ലാമികമായ നിലപാടിതിൽ രാഷ്ട്രീയത്തെ ഭരണത്തിന് മാറ്റി നിർത്തുക എന്നതല്ല. എന്നാൽ മുജാഹിദ് സഹോദരന്മാർ, വീണ്ടും വേദനയോടെ ഞാൻ പറയട്ടെ, അവരുടെ നിലപാട് തീർത്തും ഇതിൽ ഇസ്ലാമിക വിരുദ്ധമാണ്. അവരെഴുതുന്നു സ്വർണം വാങ്ങാൻ ഒരിക്കലും മീൻ മാർക്കറ്റിൽ പോകാറില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് നിലപാട് സ്വീകരിക്കണമെന്ന് നോക്കുവാൻ ഒരിക്കലും ഖുർആനും സുന്നത്തും പറയേണ്ടതില്ല എന്ന്. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെയും ഭരണത്തെയും രാഷ്ട്രീയത്തെയും ഇസ്ലാമിന് പൂർണ്ണമായി അടർത്തിയെടുക്കുന്ന ഭൗതികവാദികളുടെ അതേ സമീപനമാണ്. ഈ രാജ്യത്തെ ഭൗതികവാദികളുടെ, മെറ്റീരിയലിസ്റ്റുകളുടെ, മറ്റെല്ലാ മതേതരവാദികളുടെ അതേ നിലപാടാണ് നിർഭാഗ്യവശാൽ മുജാഹിദ് സഹോദരന്മാർക്കുള്ളത്. അതേസമയം ചിലപ്പോഴെങ്കിലും അവർ സത്യം പറയുവാൻ നിർബന്ധിതരാവാറുണ്ട്. അതുകൊണ്ട് പഴയ കാലത്ത് അവർ സത്യം എഴുതിയിരുന്നു. ആ സത്യം ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഇസ്ലാമിൻ്റെ സാന്മാർഗിക ഖജനാവിൽ ഐഹിക ഭരണക്രമമില്ലെന്ന് ആരെങ്കിലും സങ്കല്പിക്കുന്നുവെങ്കിൽ ജനസേവനത്തിൻ്റെ അർദ്ധഭാഗത്ത് നിന്ന് അത് ഒഴിഞ്ഞു മാറുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഉമർ മൗലവി സാഹിബും ഇപ്പോഴുള്ള ഏതാണ്ട് എല്ലാ മുജാഹിദ് നേതാക്കന്മാരും എന്താ ചെയ്യുന്നത്? അതാണ് കുറിച്ച് ആ മുജാഹിദ് നേതാവ് തന്നെ പറയുന്നത്. എന്താ പറയുക? മുജാഹിദുകളുടെ പണ്ഡിത സംഘടന പത്രം പറയും. എന്താ പറയുന്നത്? ഇസ്ലാമിൻ്റെ സാന്മാർഗിക ഖജനാവിൽ ഐഹിക ഭരണക്രമമില്ലെന്ന് ഇല്ല എന്നാ പറയുന്നത്. കാരണം ഖലീഫയെ തെരഞ്ഞെടുക്കാൻ മാർഗമല്ല, അതുകൊണ്ട് ദുന്യാവിൻ്റെ കാര്യമാണ്, മനുഷ്യബുദ്ധിക്ക് വിട്ടു നീങ്ങുക. ഇസ്ലാമിൻ്റെ സാന്മാർഗിക ഖജനാവിൽ ഐഹിക ഭരണക്രമം ഇല്ലെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതല്ലേ പറഞ്ഞത്? അത് മനുഷ്യബുദ്ധിക്ക് വിട്ടു നിൽക്കുന്നു. അത് മീൻ മാർക്കറ്റിൽ ആരും സ്വർണം വാങ്ങാൻ പോകല്ല, അവർ നോക്കേണ്ടതില്ല. അത് ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ട എങ്ങനെയെന്ന് ഖുർആനിലില്ല, സുന്നത്തിലുമില്ല. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ കാര്യമല്ല, അത് മനുഷ്യബുദ്ധിക്ക് വിട്ടെന്നാണ് രാഷ്ട്രീയ കാര്യം. അങ്ങനെ ആരെങ്കിലും ഭരണക്രമമില്ലെന്ന് ആരെങ്കിലും സങ്കല്പിക്കുന്നുവെങ്കിൽ ജനസേവനത്തിൻ്റെ അർത്ഥഭാഗത്തിൽ നിന്ന് അത് ഒഴിഞ്ഞു മാറുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതൊരു മുസൽമാനും ഊഹിക്കോ പോലും സാധ്യമല്ലാത്തതും വാസ്തവവിരുദ്ധവുമായ ഒരു വസ്തുതയാണിത്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്. ഒരു മുസ്ലിമിന് ഊഹിക്കാൻ പോലും പാടില്ല നിങ്ങളുടെ വിശ്വാസം. നിങ്ങളിപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന, ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാൻ വേണ്ടി നിങ്ങൾ വെച്ചു പുലർത്തുന്ന
അഥവാ ഖലീഫയെ തെരഞ്ഞെടുക്കാൻ ഖുർആനിലും സുന്നത്തിലും മാർഗമില്ല എന്നതിൻ്റെ പേരിൽ അത് ദീനി കാര്യമല്ല, ദുനിയാവിൻ്റെ കാര്യമാണ്. അത് ബുദ്ധിക്ക് വിട്ടുന്നതാണ്. അത് ദീൻ നോക്കേണ്ട കാര്യമല്ല. അത് ക്ഷേമരാഷ്ട്രമുണ്ടാക്കാനുള്ള ഒന്നല്ല ഇസ്ലാം. അതിൽ സമാധാനവും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാക്കാനുള്ളതല്ല ഇസ്ലാം എന്ന് തുടങ്ങിയ ശുദ്ധ മതവിരുദ്ധമായ, അനിസ്ലാമികമായ, ജാഹിലീയമായ, ഇസ്ലാമിക വിരുദ്ധമായ നിലപാട് അവസാനിപ്പിക്കണം പ്രിയമുള്ള മുജാഹിദ് സഹോദരന്മാരെ. ഇല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ വെച്ചൊരു പക്ഷേ വാദിക്കാനും ജമാഅത്തിനെ വിമർശിക്കാനും പറ്റും. അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും. അള്ളാഹുവിൻ്റെ ദീനിനെയാണ് നിങ്ങൾ ഇവിടെ കളിയാക്കുന്നത് എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാർ മനസ്സിലാക്കണം. എന്താണ് ഇത്? യഥാർത്ഥത്തിൽ അൽമനാർ എഴുതിയതാ, പുസ്തകം 11 ലക്കം 5 പേജ് 2005. കുറച്ച് കൊല്ലം മുമ്പാണെന്നുള്ളൂ. പക്ഷെ അന്ന് അവർ സത്യം എഴുതി. എന്താ എഴുതിയ സത്യം? ഒന്നുകൂടി ഞാൻ വായിക്കാം. ഇസ്ലാമിന്റെ സാൻമാർഗ രചനാവിൽ ഐഹിക ഭരണക്രമമില്ലെന്ന് ആരെങ്കിലും സങ്കല്പിക്കുന്നുവെങ്കിൽ ജനസേവനത്തിന്റെ അർദ്ധഭാഗത്തിൽ നിന്ന് അത് ഒഴിഞ്ഞു മാറുന്നുവെന്നാണ് അതിന്റെ അർത്ഥം. ഏതൊരു മുസൽമാനും ഊഹിക്കോ പോലും സാധ്യമല്ലാത്തതും വാസ്തവവിരുദ്ധവുമായ ഒരു വസ്തുതയാണിത്. ഇസ്ലാം ജീവിതത്തിന്റെ ഇതര രംഗങ്ങളിൽ ഏത് പ്രകാരം മനുഷ്യന് നിർദ്ദേശം നൽകുന്നുവോ അതേ ക്രമത്തിൽ ഐഹികക്രമത്തിൽ കൂടിയും ലോകാരംഭം മുതൽക്കേ അവന് രക്ഷ നൽകിയിരുന്നുവെന്നാണ് വാസ്തവം. ഐഹിക രക്ഷയ്ക്കുള്ളതല്ല എന്നാണ് ബഹുമാന്യനായ മർഹൂം ഉമർ മൗലവി എഴുതിയത്. അതേസമയം അൽമനാർ പുസ്തകം 11 ലക്കം 5 പേജ് 205 പറയുന്നു, ഇത് ഐഹികക്രമത്തിൽ കൂടി ലോകാരംഭം മുതൽ വരെ അവന് രക്ഷ നൽകിയിരുന്നു എന്നതാണ്. മനുഷ്യാരംഭം മുതൽ തന്നെ ഐഹിക ഭരണക്രമത്തിന് ആവശ്യമായ നിയമം നൽകിയിട്ടുണ്ട്. ഇതാണ് പറയുന്നത്. ഇതെൻ്റെ മുജാഹിദ് സഹോദരന്മാർ ഒന്നുകൂടി ആവർത്തിച്ച് വായിക്കും. എന്നിട്ട് തെറ്റുകൾ തിരുത്തണം. ജമാഅത്ത് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഇസ്ലാമിനെ തള്ളിപ്പറയരുത്. ഇസ്ലാമിൻ്റെ ഭരണ രാഷ്ട്രീയ ക്രമത്തെ തള്ളിപ്പറയരുത്. അത് മനുഷ്യബുദ്ധിക്ക് വിട്ടെന്നാണ് തോന്നിയ പോലെ ചെയ്യാമെന്ന് പറയരുത്. ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകാൻ വരുത്താൻ ഇസ്ലാമിന് സാധ്യമല്ല എന്ന് പറയരുത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ, നേരത്തെ വായിച്ചതിനാണ്. അത് അൽ മുർഷിദ് അഥവാ കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമായിരുന്ന അൽ മുർഷിദ് ജിൽദ് 3 ലക്കം 11 പേജ് 405. ഇസ്ലാം ഏത് ദിവസം മതം ആയോ അന്ന് തന്നെ രാഷ്ട്രവും കൂടിയായിരുന്നു. അതിന്റെ മിമ്പർ, അതിന്റെ സിംഹാസനവും, അതിന്റെ പള്ളി, അതിന്റെ കോടതിയും, അതിന്റെ തൗഹീദ് നമ്രൂദ്, ഫിറോൻ, കൈസർ, കിസ്ര മുതലായവരുടെ സാമ്രാജ്യം നശിപ്പിക്കാനുള്ള സന്ദേശവും ആയിരുന്നു. ഇതാണ് വസ്തുത. അപ്പോൾ ഒരു കൂട്ടർ ചോദിക്കുന്നു, സകാത്ത് നൽകാൻ വേണ്ടി ആരെങ്കിലും ധനമുണ്ടാക്കാറുണ്ടോ? അപ്രകാരം തന്നെയാണ് ഇസ്ലാമിക ഭരണമുണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിക രാഷ്ട്രമാർ സ്ഥാപിക്കേണ്ടതില്ല. അത് അള്ളാഹു ഇങ്ങോട്ട് തരും എന്നാണ് സംബന്ധമായി പറഞ്ഞത്. അതിന് തെളിവായി പറഞ്ഞത് എന്താണെന്നറിയോ? ഭരണത്തിനൊരിക്കലും ഇസ്ലാമിൽ മൗലിക പ്രാധാന്യം സഹാബികൾ കൽപ്പിച്ചിരുന്നില്ല. ഇത് ശുദ്ധ സംബന്ധമല്ലേ? ഭരണത്തിന് മൗലിക പ്രധാനമില്ലെങ്കിൽ ജനാസ മറവ് ചെയ്യാൻ എന്തിനാണ് 3 ദിവസം കാത്തിരുന്നത്? എന്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ യുദ്ധമുണ്ടായത്? എങ്ങനെയാണ് ഒന്നാമത്തെ നവോത്ഥാന നായകൻ ഒരു ഭരണാധികാരിയായി മാറിയത്? എങ്ങനെയാണ് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബികളും രാഷ്ട്രീയ ഭരണ യുദ്ധകാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടവരായി മാറിയത്? രാഷ്ട്രീയ ഭരണ യുദ്ധകാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടവരാണ് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബികൾ. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെയാണ് ബഹുമാന്യനായ മുജാഹിദ് നേതാവ് മൗലവിയുടെ തള്ളി പറയുന്നത്. എന്താ പറയുന്നത്? ഭരണത്തിനൊരിക്കലും ഇസ്ലാമിൽ മൗലിക പ്രാധാന്യം സഹാബികൾ കൽപ്പിച്ചിരുന്നില്ല. ഇസ്ലാമിന്റെ ചരിത്രം അറിയുന്ന ഒരാളിത് പറയില്ല. മൗലിക പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകൻ സ്വലസമയുടെ ജനാസ മറവ് ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഭരണത്തിൽ. അതുകൊണ്ടാണ് ഭരണാധികാരി തെരഞ്ഞെടുക്കുന്നവരെ കാത്തിരുന്നത്. നിങ്ങൾ നേതൃത്വത്തിന് വേണ്ടി അത്യാഗ്രഹം കാണിക്കരുത്, അത് നിങ്ങൾക്ക് അന്ത്യനാളിൽ ദുഃഖഹേതുവായിരിക്കും എന്ന നബി വചനം തീർച്ചയായും അതൊരു ഭൗതികാര്യം തന്നെയാണെന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾ നേതൃത്വത്തിന് വേണ്ടി അത്യാഗ്രഹം കാണിക്കരുത്, അത് നിങ്ങൾക്ക് അന്ത്യനാളിൽ ദുഃഖഹേതുവുമായിരിക്കും. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സ്വലസമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ ജീവിതകാലം നോമ്പെടുക്കും, എല്ലാ രാത്രിയും നിന്ന് നിസ്കരിക്കാൻ വേറൊരാൾ എന്നെ വിവാഹം കഴിക്കുകയില്ല, ആരാധന മുഴിക്കും. നബി തിരുമേനി എന്താ പറഞ്ഞത്? ജീവിതകാലം മുഴുവൻ നോമ്പെടുക്കുന്ന അമ്മയിൽപ്പെട്ടവനല്ല പറഞ്ഞു. അപ്പോൾ നോമ്പെടുക്കാൻ പാടില്ല എന്നാ പിന്നെ അർത്ഥം? രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന നമ്മൾ കൂട്ടത്തിൽ പെട്ടവനല്ല പറഞ്ഞു. ഞാൻ രാത്രി നിസ്കരിക്കാൻ പാടില്ല എന്നാ? അധികാരമോഹം പാടില്ല എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ്? അധികാരം ഉണ്ടാവണമെന്നും അധികാരമോഹം ഇല്ലാത്തവർ അധികാരം നടത്തണമെന്നും ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അധികാരമോഹം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അധികാരമോഹമില്ലാത്തവർ അധികാരം നടത്തണമെന്നാണ്. അത് നല്ല കാര്യമായതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ചീത്ത കാര്യമാണെങ്കിൽ അതല്ലോ പറയാം. അധികാരം തന്നെ പാടില്ല എന്നല്ല പറയാം, അധികാരമോഹം പാടില്ല എന്നല്ലോ പറയാം. ഒന്നുകൂടി ഓർത്ത് നോക്കൂ. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി പറയേണ്ടത് അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വിമർശിക്കാൻ വേണ്ടി മുജാഹിദ് സഹോദരന്മാർ പറയുന്ന ഒരു കാര്യമാണ്. അത് മൗദൂദ് സാഹിബ് പറഞ്ഞു, ഭരണമില്ലാത്ത ദീന് നിലനിൽപ്പില്ല. മുജാഹിദ് സഹോദരന്മാർ എഴുതുക, സ്വന്തം ഭരണമില്ലാത്ത ദീനിന്റെ സ്ഥിതി ഭൂമിയിൽ സ്ഥാപിതമാവാത്ത ഒരു സങ്കല്പ വീട് പോലെയാണ് എന്ന് ഖുതുബാത്തിൽ പറയുന്നു.
മൗദൂദ് സാഹിബിന് മുമ്പ് ലോകത്ത് മറ്റാരെങ്കിലും ഇത്തരം ഒരാശയം വെളിപ്പെടുത്തുകയുണ്ടായിട്ടുണ്ടോ? സൽസബീൽ പുസ്തകം 4 ലക്കം 8 പേജ് 23. ഇന്ന വിലായത്ത അംരിന്നാസി മിൻ ആലമി വാജിബാത്തി ഉമൂരിദ്ദീൻ ബല്ലാ ഖിയാമലിദ്ദീൻ ഇല്ലാ ബിഹാ എന്നാണ്. ഇന്ന വിലായത്ത അംരിന്നാസി മിൻ ആലമി വാജിബാത്തി ഉമൂരിദ്ദീൻ ബല്ലാ ഖിയാമലിദ്ദീൻ ഇല്ലാ ബിഹാ. എന്താണ് അതിനർത്ഥം? വളരെ വ്യക്തമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയാണ് ഈ പറഞ്ഞത്. അസിയാസു ശറയ്യ പേജ് 166 167. എന്താണ് പറഞ്ഞത്? ജനങ്ങളുടെ ഭരണകാര്യം ഏറ്റെടുക്കൽ ദീനിന്റെ പ്രധാന നിർബന്ധ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇതാണ് ആ കിതാബ്. ഇതാണ് അസിയാസത്തു ശറയ്യ എന്ന കിതാബ്. അതിൻ്റെ അതിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ഇന്ന, വളരെ വ്യക്തമായി ഞാൻ ആ വായിച്ച അതേ സംഭവമാണ്. അഥവാ ഇന്ന വിലായത്ത അംരിൻ നാസി മിൻ ആലമി വാജിബാത്തി ഉമൂരിദ്ദീൻ ബല്ലാ ഖിയാമലിദ്ദീൻ ഇല്ലാ ബിഹാ, ബല്ലാ ഖിയാമലിദ്ദീൻ ഇല്ലാ ബിഹാ. ഇതാണ് ആ സംഭവം. ബഹുമാന്യനായ ഉമർ മൗലവി സാഹിബ് ഇത് കണ്ടില്ലേ? ഇല്ലെങ്കിൽ മൗദൂദ് സാഹിബ് അല്ലല്ലോ കുറ്റക്കാരൻ. എന്താ അതിനർത്ഥം? യജിബു അൻ യഅരിഫ. അതിനു മുമ്പ് എഴുതിയ എന്താ? യജിബു അൻ യഅരിഫ, അറിയൽ നിർബന്ധമാണ്. യജിബു എന്ന വാജിബാണ്. എന്ത് വാജിബാണ്? അൻ യഅരിഫ, അറിയൽ നിർബന്ധമാണ്. എന്ത്? അന്ന വിലായത്ത അംരിന്നാസി മിൻ ആലമി വാജിബാത്തി ദീനി, ദീനിന്റെ നിർബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജനങ്ങളുടെ കൈകാര്യകർത്തൃത്വം സ്ഥാപിക്കുക എന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങളുടെ ഭരണകാര്യം ഏറ്റെടുക്കുക എന്നത് ദീനിന്റെ പ്രധാന നിർബന്ധ കാര്യങ്ങളിൽ ഒന്നാണ്. ബല്ലാ ഖിയാമലിദ്ദീൻ ഇല്ലാ ബിഹാ, ഭരണമില്ലാതെ ദീനിന് നിലനിൽപ്പില്ല. ബല്ലാ ഖിയാമലിദ്ദീൻ ഇല്ലാ ബിഹാ, വിലായത്ത് അംരിന്നാസില്ലാതെ, അഥവാ ജനങ്ങളുടെ ഭരണ നേതൃത്വമില്ലാതെ, ജനങ്ങളുടെ ഭരണകാര്യം ഏറ്റെടുക്കുന്ന നേതൃത്വമില്ലാതെ ദീൻ നിലനിൽപ്പില്ല. അതാണ് ഇദ്ദേഹത്തെ മൗദൂദ് സാഹിബ് ആദ്യം പറഞ്ഞ കാര്യം എന്നുള്ളത്. അതാണ് യജിബു അൻ യഅരിഫ അന്ന വിലായത്ത് അംരിന്നാസി മിൻ ആലമി വാജിബാത്തി ദീനി ബല്ലാ ഖിയാമലിദ്ദീൻ ഇല്ലാ ബിഹാ. ഇതൊക്കെ യഥാർത്ഥത്തിൽ സത്യം മനസ്സാക്കിയിട്ട് സ്വീകരിക്കാത്തതാണ് ഗതികേട്. കാരണം ഇതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1979 തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി എന്ന പുസ്തകത്തിൽ ഞാൻ ഈ ഭാഗം ഉദ്ധരിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അതിനുശേഷവും മുജാഹിദ് മൗലവിമാർ ഇതേ പല്ലവി തുടരുകയാണ്. എന്താണ് തുടരുന്നത്? മൗദൂദ് സാഹിബിന് മുമ്പ് ആരും പറഞ്ഞിട്ടില്ല ഭരണമില്ലാത്ത ദീൻ നിലനിൽപ്പില്ലാത്ത കെട്ടിടം പോലെയാണ്, സങ്കല്പ വീട് പോലെയാണ്. യഥാർത്ഥത്തിൽ നിലനിൽപ്പില്ലെന്ന് പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു ആവർത്തിക്കുക മാത്രമല്ലേ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം തന്നെ വീണ്ടും എഴുതുന്നു, കാരണം അള്ളാഹു നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിർബന്ധമാക്കിയിരിക്കുന്നു. ശക്തിയും അധികാരവും കൂടാതെ ഇത് പൂർത്തീകരിക്കുക സാധ്യമല്ല. അപ്രകാരം തന്നെ അള്ളാഹു നിർബന്ധമാക്കിയ ജിഹാദ്, നീതി, ഹജ്ജ്, പെരുന്നാൾ എന്നിവ നിലനിർത്തൽ, മർദ്ദിതരെ സഹായിക്കൽ, ശിക്ഷാ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കൽ, ഇവയൊന്നും ശക്തിയും നേതൃത്വമില്ലാതെ പൂർത്തീകരിക്കപ്പെടുകയില്ല. അതിനാലാണ് ഭരണാധികാരി ഭൂമിയിൽ അള്ളാഹുവിന്റെ തണലിലാണെന്നും ഭരണാധികാരി ഇല്ലാതെ ഒരു രാവ് കഴിയുന്നതിനേക്കാൾ ഉത്തമം 60 വർഷം അക്രമിയായ അധിപതിയുടെ കീഴിൽ കഴിയണമെന്നും പറയപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് പൂർവികരിൽപ്പെട്ട ഫദ്ൽ ഇബ്നു ഇയാദ്, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവർ ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന വല്ല പ്രാർത്ഥനയുമുണ്ടെങ്കിൽ അധികാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അസിയാസു ശറിയ പേജ് 169 170. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇസ്ലാമിന്റെ കാര്യം? എന്തൊക്കെ പറഞ്ഞത്? പെരുന്നാള്, ഹജ്ജ്, ജിഹാദ്, നീതി, മർദ്ദിതരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കൽ, ശിക്ഷാ സമ്പ്രദായങ്ങൾ, ഇവക്കൊക്കെ ഭരണം നിർബന്ധമാണെന്നാണ്. അതുകൊണ്ട് ധനമുണ്ടാവുമ്പോൾ സക്കാത്ത് കൊടുക്കുക എന്നപോലെയല്ല ഇസ്ലാമിക ഭരണം എന്നർത്ഥം. അതാണ് അസിയാസു ശറയ്യയിൽ പറഞ്ഞത്. അതിലപ്പുറം ഒന്നും മൗദൂദ് സാഹിബ് പറഞ്ഞിട്ടില്ല. മൗദൂദ് സാഹിബ് ഇതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. ആർക്കും അങ്ങനെ പറഞ്ഞെന്ന് അവകാശപ്പെടുകയും സാധ്യമല്ല. മൗദൂദ് സാഹിബ് ഒറ്റക്കാര്യം പറഞ്ഞിട്ടുള്ളൂ. അതെന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ നിയമവ്യവസ്ഥകൾ പുലരണമെങ്കിൽ ഭരണം കൂടിയേ തീരൂ. അതില്ല എങ്കിൽ ഇസ്ലാം ഒരു സങ്കല്പ വീട് പോലെയായിരിക്കും. നമ്മുടെ രാജ്യത്ത് പോലെ ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ അവിടെ ഉണ്ടോ? ഇസ്ലാമിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയുണ്ടോ? ഇസ്ലാമിൻ്റെ സാംസ്കാരിക വ്യവസ്ഥയുണ്ടോ? ഈവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും പൂർണ്ണമായി പാലിക്കാൻ കഴിയാത്ത അവസ്ഥയല്ലേ ഉള്ളത്? അത്തരമൊരു സാഹചര്യത്തിന് പകരം ഇസ്ലാമിക വ്യവസ്ഥ വേണമെന്ന് പറഞ്ഞ ഒരു തെറ്റാണോ? അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ലോക ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ലോക സലഫി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നായകനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അസിയാസത്തു ശറിയ എന്നാണ്. ഇതാണ് ആ പുസ്തകം, അസിയാസത്തു ശറിയ. ഇതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞെന്താണ്? അത് ഇന്ന യജിബു അൻ യഅരിഫ ഇന്ന വിലായത അംരിൻ നാസി മിൻ ആലമി വാജിബാത്തി ഉമൂരിദ്ദീൻ ബല്ലാ ഖിയാമലിദ്ദീൻ ഇല്ലാ ബിഹാ. അതില്ലാതെ ദീനിന് നിലനിൽപ്പില്ല. കാരണമോ? കാരണം പറഞ്ഞിരിക്കുന്നു, അത് നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, ശക്തി അധികാരം വേണം, അതുപോലെ ജിഹാദ് നടത്തണം, പെരുന്നാളും ഹജ്ജും നിശ്ചയിക്കണം,
മർദ്ദിതർക്ക് അവകാശം നേടിക്കൊടുക്കണം, ശിക്ഷാ സമ്പ്രദായം നടപ്പാക്കണം. അതുകൊണ്ട് ഇത് കൂടിയേ തീരൂ എന്ന് അദ്ദേഹം തൻ്റെ സിയാസത്തുൽ ശറയിൽ പറഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാർ, അതുകൊണ്ട് അവിടെ തെറ്റ് തിരുത്തേണ്ടതുണ്ട്. അവർ ഈ രാജ്യത്ത് മറ്റേത് ഭരണവും ഉണ്ടാവണമെങ്കിൽ പണിയെടുക്കണം, പക്ഷേ ഇസ്ലാമിക വ്യവസ്ഥ ഉണ്ടാവാൻ പണിയെടുക്കേണ്ടതില്ല എന്ന തെറ്റായ അബദ്ധപൂർണമായ നിലപാട് അവർ പിൻവലിക്കണമെന്നാണ് അവരോട് വളരെ വിനയപൂർവ്വം ജമാഅത്തെ ഇസ്ലാമിക്ക് ആവശ്യപ്പെടുന്നത്. ഇനി സയ്യിദ് റഷീദുല്ല ഇത് സംബന്ധമായി എഴുതിയൊരു കാര്യം കൂടി നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്. സമുദായത്തിലെ പൂർവികരും അഹ്ലുസുന്നത്തും മറ്റു വിഭാഗങ്ങളിലെ ഭൂരിപക്ഷം സമുദായത്തിന് ഭരണാധികാരിയെ നിശ്ചയിക്കൽ നിർബന്ധമാണ് എന്ന കാര്യത്തിൽ യോജിച്ചിരിക്കുന്നു. യുക്തിപരമായി മാത്രമല്ല ശരയ്യായുമുള്ള നിർബന്ധമാണത്. ചില മുഅ്തസിലികൾ പറയുന്ന പോലെ യുക്തിപരമായി മാത്രമുള്ള നിർബന്ധമല്ല, പല കാര്യങ്ങളും അതിന് തെളിവായി അവർ ഉദ്ധരിക്കുന്നുണ്ട്. അഹ്മദ് മത്നുൽ മഖാസിദ് എന്ന ഗ്രന്ഥത്തിൽ അതിപ്രകാരം സംക്ഷേപിച്ചിരിക്കുന്നു. ഒന്ന് ഇജ്മാഅ്, വ്യാഖ്യാനത്തിൽ അത് സഹാബത്തിന്റെ ഇജ്മാ ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു അത് വളരെ പ്രധാനമാണ്. എത്രത്തോളം എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്യുന്നതിനേക്കാൾ അതിനവർ മുൻഗണന കൽപ്പിച്ചു. ആരാ പറയുന്നത്? റഷീദുല്ല എന്താ പറയുന്നത്? ഇജ്മാ ഉണ്ട്. എന്തിന്? ഒരു ഭരണാധികാരിയെ സ്ഥാപിക്കൽ നിർബന്ധമാണ്, ഇസ്ലാമിക രാഷ്ട്രം ഇസ്ലാമിക ഭരണം സ്ഥാപിക്കൽ നിർബന്ധമാണ് എന്നതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് ഉദ്ധരിക്കുന്നു. ഒന്നാമത്തെ ഇജ്മാഅ്. ബി പറഞ്ഞു ശിക്ഷാ നടപടികൾ നടത്തുക, അതിർത്തി സംരക്ഷിക്കുക പോലെ ക്രമസമാധാന പാലനത്തോട് ബന്ധപ്പെട്ട നിർബന്ധ കാര്യങ്ങൾ അതുകൂടാതെ പൂർത്തീകരിക്കുക സാധ്യമല്ല. സി ധാരാളം നേട്ടങ്ങൾ കൈവരിക്കലും ഉപദ്രവങ്ങൾ തടയലും അതുവഴി സാധിക്കുന്നു, അതാണെങ്കിൽ നിർബന്ധവുമാണ്. ഡി ഭരണാധികാരി അനുസരിക്കൽ നിർബന്ധമാണ് എന്നത് അതിന് അദ്ദേഹം ഉണ്ടാവൽ നിർബന്ധമാണല്ലോ. ഇത് അദ്ദേഹത്തെ നിശ്ചയിക്കുന്നത് കൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. അദ്ദേഹത്തെ നല്ല കാര്യങ്ങളിൽ അനുസരിക്കൽ ശറഈയായ നിർബന്ധമാണ് എന്ന ഏകാന്താഭിപ്രായം അദ്ദേഹത്തെ നിശ്ചയിക്കലും ശറഈ നിർബന്ധമാണെന്ന് കുറിക്കുന്നു. അൽ ഖിലാഫ പേജ് 10-11. ഞാൻ ഒറ്റ കരിമി സൂചിപ്പിച്ചോളൂ. ഇതിലപ്പുറം എന്താണ് സെയ്ദ് മൗദൂദി പറഞ്ഞത്? ഇതിലപ്പുറം എന്താണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് സഹോദരന്മാർ, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം അംഗീകരിക്കണം. അത് ദുന്യാവിൻ്റെ കാര്യമാണ്, ഭൗതികത്തിന്റെ കാര്യമാണ്, മനുഷ്യന്റെ ബുദ്ധിക്ക് വിട്ടുന്നതാണ്, ഇഷ്ടം പോലെ ചെയ്യാമെന്നും അത് ഈ ഭൂമിയിൽ സമാധാനമോ ശാന്തിയോ ക്ഷേമമോ വരുത്തുകയില്ല എന്ന വാദവും. അതോടൊപ്പം തന്നെ ഖലീഫയെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഖുർആനിലും പ്രവാചകരിലും ഇല്ലാത്തത് കൊണ്ട് ദീനുമായി ബന്ധമില്ലാത്ത ദുന്യാവിൻ്റെ കാര്യമാണ്, ഭൗതിക കാര്യമാണ് എന്നുമുള്ള വാദം തിരുത്തി അത് ഇസ്ലാമിൻ്റെ കാര്യമാണെന്ന് അംഗീകരിക്കും. രണ്ട് കാര്യമേ അടിസ്ഥാനപരമായി പറയാനുള്ളൂ. ഒന്ന്, നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണെന്ന് അംഗീകരിക്കുക. രണ്ട്, ഇസ്ലാം രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള മുഴുവൻ മേഖലകളെയും കൈകാര്യം ചെയ്യുന്ന വ്യവസ്ഥയാണ് ഇസ്ലാം എന്ന് അംഗീകരിക്കുക. അത് അംഗീകരിച്ച ശേഷം ഈ രാജ്യത്ത് എന്ത് നിലപാടാണ് ഈ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ടതെന്ന കാര്യത്തിൽ നമുക്ക് തീർച്ചയായും ഇജ്തിഹാദിന് അവകാശമുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, തുണക്കുമാറാവട്ടെ, സഹായിക്കുമാറാവട്ടെ. ഈ ലോകത്തും സകല നന്മയും ക്ഷേമവും അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.